ആകുമ്പോൾ അവർ ഈ മന്ത്ലി റിട്ടേൺസ് ഇങ്ങനെ കൊടുത്ത് അവർ ബുദ്ധിമുട്ടണ്ട എന്ന് അപ്പൊ പറയാണ്. കൂടുതൽ ബുദ്ധിമുട്ടിയിട്ട് എന്ത് ചെയ്യണ്ട, നിങ്ങൾ പിന്നെ പിന്നെ ഈ ഫയലിംഗ് സിസ്റ്റത്തിലേക്കൊന്നും പോകണ്ട, മറിച്ച് നിങ്ങൾ ക്വാർട്ടർലി ആയിട്ട് ഫയലിംഗ് ചെയ്താൽ മതി. എന്നാൽ മന്ത്ലി എന്ത് ചെയ്യണം, നിങ്ങൾ എമൗണ്ട് ടാക്സ് എമൗണ്ട് എത്രയാണോ പേയബിൾ എങ്കിൽ അത് അടച്ചോളണം. ആ ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് QRMP. അത് GSTR 1 GSTR 3B ഒക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. 3B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആണ്. 3B സോഫ്റ്റ്വെയറിൽ കിട്ടും, GSTN വരുന്ന ഒരു സംഭവമാണത് കേട്ടോ. അതുമായിട്ട് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യും. ദെൻ ഇനി ഇൻ കേസ് നമ്മളൊരു പർച്ചേസ് അൺരജിസ്റ്റേർഡ് ഡീലിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ എന്താ സംഭവിക്കുക? മീൻസ് നമ്മൾ സാധനം വാങ്ങാൻ പോകുന്നു, അത് രജിസ്റ്റേർഡ് ഡീലറല്ല, GST രജിസ്ട്രേഷൻ ഉള്ള സ്ഥാപനമല്ല. അവിടുന്ന് നമ്മളൊരു സാധനം വാങ്ങിച്ചാൽ, ഒരു അസറ്റോ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലോ അല്ലെങ്കിൽ ഒരു സർവീസോ എന്താവട്ടെ, അത് അവെയിൽ ചെയ്താൽ എന്തായിരിക്കും നമ്മളെ സംബന്ധിച്ച്? ഒന്ന്, നമുക്ക് ഇൻപുട്ട് ടാക്സ് അവെയിൽ ചെയ്യാൻ കഴിയില്ല. ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അത് അവെയിൽ ചെയ്യാൻ കഴിയില്ല തന്നെ. കാരണം അയാൾക്ക് നമ്മളേക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ഇൻപുട്ടായിട്ട് സെറ്റ് ചെയ്യാനും പറ്റില്ല. പറ്റുന്ന എന്നാലോ നമ്മൾ RCM അത് കൊടുക്കാൻ ലേബിൾ ആവുകയും ചെയ്യും. മനസ്സിലായി? RCM അത് കൊടുക്കാൻ ലേബിൾ ആവുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ അൺരജിസ്റ്റേർഡ് ഡീലറെ കാണേണ്ടത്. അൺരജിസ്റ്റേർഡ് ഡീലറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സാധനം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ITC ചെയ്യാൻ പറ്റില്ല, എന്നാൽ നമ്മളൊരു പക്ഷേ RCM വഴി ആ എമൗണ്ട് കൊടുക്കാൻ ബാധ്യസ്ഥരാകുകയും ചെയ്യും. അപ്പോൾ അൺരജിസ്റ്റേർഡ് ഡീലറുമായിട്ട് നമ്മൾ എന്ത് ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ഈ ബോധം ഒരു അക്കൗണ്ടിന് അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവിന്, സെക്രട്ടറിക്ക് ഉണ്ടാവണം. കാരണം അയാൾക്ക് കൊടുക്കേണ്ട GSTയെ ഞാൻ കൊടുത്തിരിക്കണം, ഞാനാണ് ഇതിന് അപ്പോൾ റെസ്പോൺസിബിൾ എന്ന ഒരു ബോധം, ഒരു ബോധ്യം അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവുകയാണെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസിനെ കുറിച്ചുള്ള കുറച്ച് സ്ലൈഡുകളാണ്. സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെന്റേഷൻ വർക്കുകളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നത് മാത്രം. റിട്ടേൺസ്, ഈ റിട്ടേൺ ഫയലിംഗ് എന്ന് പറയുന്ന 2 ടേമാണ് സ്ഥിരമായിട്ട് പറയാം. ഒരു പക്ഷേ ആർക്കെങ്കിലും ആ ടേം കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നുദ്ദേശിച്ചിട്ട് മാത്രം ഞാൻ ഒന്ന് പറയുന്നു. 99% ഒരു പക്ഷേ അറിയുന്നതായിരിക്കാം. റിട്ടേൺ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ഈ നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ പർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽ, മന്ത്ലി ആവാം, ക്വാർട്ടർലി ആവാം, ഇയർലി ആവാം, എങ്ങനെയാവട്ടെ, ആ പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിലേക്ക് സെറ്റ് ചെയ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ്, അതായത് ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സിൻ്റെയാണ്, അതാണ് റിട്ടേൺ എന്ന് പറയുന്നത്. ഫയലിംഗ് എന്ന് മീൻ ചെയ്യുന്നത് ഈ ഒരു ഡോക്യുമെന്റ്സുകളെ അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ടുകളെ, ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകളെ നമ്മൾ ഡിപ്പാർട്ട്മെന്റിലേക്ക്, GST ആവട്ടെ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആവട്ടെ, അതല്ലെങ്കിൽ കോർപ്പറേറ്റ് അഫയേഴ്സ് ആവട്ടെ, അങ്ങനെ ഏത് പിന്നെ നമ്മുടെ കൺസേൺ ഡിപ്പാർട്ട്മെന്റ്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഏതാണോ അവിടേക്ക് സബ്മിറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫയലിംഗ് എന്ന് പറയാം. പഴയ കാലത്ത് ഫയലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം കൂടെ, ഈ ഡോക്യുമെന്റ്സ് എല്ലാം കൂടെ പ്രിപ്പയർ ചെയ്തിട്ട്, ഈ റിട്ടേൺസ് എല്ലാം കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിസിക്കലി ഓഫീസിൽ സബ്മിറ്റ് ചെയ്യുന്നതിനാണ് ഫയലിംഗ് എന്ന് വിളിച്ചിരുന്നത്. ഇന്ന് ഫയലിങ്ങിൻ്റെ കൺസെപ്റ്റ് മാറി, എല്ലാം നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്കായി. ഡിജിറ്റലി നമ്മൾ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു, ഡിജിറ്റൽ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്നു അതിലേക്ക്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഒതൻറ്റിസിറ്റി, നമ്മളെ ഡോക്യുമെൻ്റ് തന്നെയാണ് എന്നുള്ള ഒതൻറ്റിസിറ്റി ഉറപ്പുവരുത്തുന്നു. അങ്ങനെ ഈ സംഭവത്തെ നമ്മൾ എന്താ പറയുക, ഇവരുടെ വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ URL-ലേക്ക്, ഇവർ പറയുന്ന ആ ഒരു പിന്നെ എന്താ പറയുക, ഓൺലൈൻ ക്ലൗഡ് സംവിധാനത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടെ സെർവറിലേക്ക്, എന്താവട്ടെ, ആ ടെക്നോളജി എന്താണെങ്കിൽ ആ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്പേസിലേക്ക്, ആ ഡിജിറ്റൽ സ്പേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? അപ്ലോഡ് ചെയ്യുന്നു. ആ അപ്ലോഡിംഗ് ആണ് ഇന്ന് ഫയലിംഗ്. മനസ്സിലായി? അപ്പോൾ ഇന്നത്തെ കാലത്ത് സംഭവിച്ചിടത്തോളം ഫയലിംഗ് മീൻസ് അപ്ലോഡിംഗ് ഓഫ് ദി ഡോക്യുമെന്റ്സ് എന്താണ്, അത് ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഫയലിങ്ങിനെ കാണുന്നത്. ഓക്കെ, ദെൻ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസിലേക്ക് എത്തുമ്പോഴേക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ച്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക, അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു സ്ഥാപനത്തിൻ്റെയും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും കൃത്യമായി ഫോളോ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫയലിംഗ് സിസ്റ്റം കൃത്യമായി ചെയ്യുക എന്നുള്ളത് അല്ലേ. ഇവിടെയും GST ആയിട്ട് ബന്ധപ്പെട്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ സെപ്പറേറ്റ് ഫയൽ ചെയ്യാൻ നമുക്ക് കഴിയണം. കാരണം ഇത് മറ്റൊരു ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെയും ഇൻ്ററാക്ഷൻ്റെയും ഭാഗം കൂടിയാണ്. മനസ്സിലായല്ലേ? അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ഒരു ആവശ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അത് അറ്റ് എ ടൈം
നമുക്ക് അവൈലബിൾ ആയിരിക്കണം. അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കാൻ നമുക്ക് പറ്റണം. അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, ഇതെന്നല്ല, അത് ഗവൺമെന്റിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും സ്ഥാപനമാവട്ടെ, ഈവൻ നമ്മളൊരു കസ്റ്റമർ ആവട്ടെ, കസ്റ്റമർക്ക് ഒരു സാധനം ചോദിച്ചാൽ സ്പോട്ടിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ അത് പ്രിന്റ് അടിച്ച് കൊടുക്കാൻ കഴിയണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി എടുക്കാൻ പറ്റണം. ദെൻ അത് സിസ്റ്റമാറ്റിക് ഒരു ഫയലിംഗ് സിസ്റ്റം ഉണ്ടെങ്കിലേ അത് നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഏരിയയിലും അതിൻ്റെതായ സെപ്പറേറ്റ് ഫയലിംഗ് സെറ്റ് ചെയ്യുന്നു. ഇപ്പം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ട ഒരു ഫയലിംഗ് സിസ്റ്റം ഉണ്ടാവും, അതിൽ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട പേപ്പറുകളെല്ലാം കീപ്പ് ചെയ്യും. GST ആയിട്ട് ബന്ധപ്പെട്ട ഫയലിംഗ് സിസ്റ്റത്തിലേക്ക് GSTയുടെ പേപ്പേഴ്സും ഡോക്യുമെന്റ്സ് എല്ലാം കീപ്പ് ചെയ്യും. ലേബർ ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ട കേസുകളിൽ ലേബർ ഡോക്യുമെന്റുകൾ PF-ന്റെയും ESIയുടെയും SLAയുടെയും എല്ലാം ഡോക്യുമെന്റ്സുകൾ നമ്മൾ അതിൽ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ വ്യത്യസ്ത ഫയലുകൾ ഉണ്ടാവാം. ആ ഫയലുകൾ ഒരു ഫയൽ മാത്രമാണ് GST. മനസ്സിലായോ? അപ്പോൾ GST ഫയൽ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യും. GST ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആക്ടിൽ പറയുന്നത് പിന്നെ റെക്കോർഡ്സുകളുടെ സപ്ലൈയുടെ റെക്കോർഡ്സ്, സപ്ലൈ മീൻസ് അവിടുത്തെ ട്രാൻസാക്ഷൻസ്, ആ ട്രാൻസാക്ഷൻസിന്റെ റെക്കോർഡ്സ്, എക്സ്പെൻസ് ആവട്ടെ ഇൻകം ആവട്ടെ എന്താണെങ്കിലും അത് 72 മാസം നമ്മൾ എന്ത് ചെയ്യണം, അത് കീപ്പ് ചെയ്യണം. ദെൻ പിന്നെ GST ഫയലിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഫോമുകളാണെന്നും ഫയലിംഗ് എന്ന് പറഞ്ഞാൽ റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യുന്ന രീതിയാണെന്നും പറഞ്ഞു. നോർമലി ആ GSTR 1 എന്ന് പറയുന്ന സെയിൽസ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. GSTR 2 എന്ന് പറഞ്ഞാൽ പർച്ചേസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. GSTR 3 എന്ന് പറയുന്ന മന്ത്ലി റിട്ടേൺ ഉണ്ടാവും. ഇതിന്റെ ഇടയിലൊക്കെ 1A 2B 3B ഒക്കെ ഉണ്ട് കേട്ടോ. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല എന്നേ ഉള്ളൂ. അതൊക്കെ അതും കൂടി വരുമ്പോഴാണ് നമുക്ക് ശരിക്കും സെറ്റ് ഓഫ് സംഭവിക്കുക. 1 പിന്നെ 1A 1B ഒക്കെ വരുന്നുണ്ട്, അതേപോലെ തന്നെ 2B വരുന്നുണ്ട്. 2B ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് സെറ്റാണ്, ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് 2B നമ്മളിവിടെ മെൻഷൻ ചെയ്യാതെ പോകുന്നത്. പക്ഷേ 2B ഉണ്ടെങ്കിലേ സെറ്റ് ഓഫ് നടക്കുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അത് സിസ്റ്റത്തിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന, ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുന്നതാണ്. ചില ട്രാൻസാക്ഷൻസ് അങ്ങനെയാണ്. അത് നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ തന്നെ അത് ടെക്നോളജിയുടെ ഒരു ബെനിഫിറ്റാണ്. നമുക്ക് വേണ്ട ട്രാൻസാക്ഷൻസിന് ചിലതെല്ലാം സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുകയും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഫിഗറുകൾ സിസ്റ്റം തന്നെ നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു. അത് പറയുമ്പോൾ കൂട്ടത്തിലൊരു കാര്യം കൂടി പറയാണ്. ഈ സെറ്റ് ഓഫ് ചെയ്യേണ്ട ഫിഗറുകൾ എന്ന് പറയുമ്പോൾ ഒരു മാസത്തേക്ക് സെറ്റ് ഓഫ് ചെയ്യേണ്ട ഫിഗറുകളിൽ പിന്നെ എന്താ പറയുക, വോളിയം, നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസും എമൗണ്ടും കൃത്യമായിട്ട് നമുക്ക് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. എസ്പെഷ്യലി ഇൻപുട്ട് ടാക്സിൻ്റെ. ഔട്ട്പുട്ട് ടാക്സ് പിന്നെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യും, കാരണം നമുക്ക് നമ്മളെ സെയിൽ ബില്ലുകൾ നമ്മളെ തന്നെയാണ്. അതുകൊണ്ട് നമ്മളത് കൃത്യമായിട്ട് എന്ത് ചെയ്യും, ടാക്സിൻ്റെ അക്കൗണ്ടുകളിലേക്ക്, ആ ഹെഡുകളിലേക്ക് കൃത്യമായി അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ, ഇൻപുട്ടിൻ്റെ പ്രത്യേകത, നമ്മൾ പല സ്ഥലത്തു നിന്ന് പല സോഴ്സിൽ നിന്നായിരിക്കും ഈ സപ്ലൈ എടുത്തിട്ടുണ്ടാവുക. കാരണം ഫിക്സഡ് അസറ്റ് പർച്ചേസ് വേറെ സ്ഥലത്തു നിന്നായിരിക്കും. അതുപോലെ ഓരോന്നിനും വേറെ സർവീസ് നമ്മൾ ചിലപ്പോൾ അവൈൽ ചെയ്തിട്ടുണ്ടാവും, അത് മറ്റൊരു സ്ഥലത്തു നിന്നായിരിക്കും. ഇങ്ങനെ വ്യത്യസ്ത സപ്ലൈമാരുടെ അടുത്തുനിന്ന്, സപ്ലൈസിൻ്റെ അടുത്ത് നമ്മൾ സപ്ലൈ എടുത്തിട്ടുണ്ടാവും. മീൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ പർച്ചേസ് അടക്കമുള്ള എന്തെങ്കിലും ഇൻവാർഡ്സ് എടുത്തിട്ടുണ്ടാവും. ആ ഇൻവാർഡ്സുകൾ വ്യത്യസ്ത സപ്ലൈയേഴ്സ് ആയതുകൊണ്ട് അവരുടെ ഔട്ട്വാർഡിൽ സെറ്റ് ചെയ്യണം. അവരുടെ ഔട്ട്വാർഡ് സെറ്റ് ചെയ്താലേ നമുക്ക് ഇൻപുട്ട് ടാക്സിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്ത് ഈ 3Bയിലേക്ക് അത് കയറി വരുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ സോഫ്റ്റ്വെയറിൽ കയറിയിട്ട്, മീൻസ് നമ്മളെ സോഫ്റ്റ്വെയർ അല്ല, GST ഡിപ്പാർട്ട്മെന്റിന്റെ സോഫ്റ്റ്വെയർ കയറിയിട്ട് നമുക്ക് ആ പർട്ടിക്കുലർ മന്തിലേക്ക് എത്ര ഇൻപുട്ട് കിട്ടാനുണ്ടോ ആ ഇൻപുട്ടിനെ കണ്ണടച്ച് വിശ്വസിക്കുകയല്ല വേണ്ടത്. മറിച്ച് നമ്മുടെ കയ്യിലുള്ള പർച്ചേസുകളുടെയും മറ്റ് ഇൻവാർഡ്സുകളുടെയും ടോട്ടൽ എമൗണ്ടിനെ നമ്മൾ കണക്കാക്കുകയും അതിൻ്റെ മുകളിൽ എത്ര ടാക്സ് ഉണ്ട്, ഇൻപുട്ട് ടാക്സ് ഉണ്ട് എന്ന് നമ്മൾ മാനുവലിയോ അല്ലെങ്കിൽ മറ്റൊരു പ്ലാറ്റ്ഫോമോ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയും നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് നോട്ട് ചെയ്യുകയും വേണം. അത്രയും ട്രാൻസാക്ഷൻസും അത്രയും എമൗണ്ടും ആ മന്തിൽ നമ്മളെ ഇൻപുട്ടിൽ വന്നിട്ടുണ്ടോ നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ എന്താണെന്നറിയോ, അത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സപ്ലയർമാർ അവർ ഔട്ട്വാർഡിലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത ഡീറ്റെയിൽസ് അവിടെ സെയിൽസ് ആയിട്ട് കയറ്റിയിട്ടില്ല എങ്കിൽ നമുക്ക് ആ ഇൻപുട്ട് ടാക്സ് നഷ്ടമാവും. പറഞ്ഞ പോയിട്ടില്ല, നമുക്ക് ആ സെറ്റ് ഓഫ് അത്രയും ഫിഗർ നഷ്ടമാവും. നമ്മൾ ടാക്സ് കൊടുക്കാൻ നമ്മളെ പേയബിൾ എന്ന് പറയുന്ന എമൗണ്ട് കൂടും. അപ്പം നമ്മൾ ആവശ്യമില്ലാത്തൊരു ടാക്സ്, ഡെസ്റ്റിനേഷൻ ടാക്സ് കൊടുക്കേണ്ട അവസ്ഥ വരും. ആക്ച്വലി കൊടുക്കേണ്ടാത്ത ഒരു ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം അങ്ങനെ കൊടുക്കേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇൻപുട്ട് ടാക്സ് കുറഞ്ഞതുകൊണ്ടാണ്.
കാരണം ഇൻപുട്ട് ടാക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഫിഗർ വ്യത്യാസം വരുമല്ലോ, വലിയ എമൗണ്ടിലേക്ക് പോകും. അപ്പോൾ ഇൻപുട്ട് ടാക്സ് കൂടണം. ഇൻപുട്ട് ടാക്സ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ എക്സാക്ട് ഇൻപുട്ട് ടാക്സ് ആവണം എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച എല്ലാ ഇൻവാർഡ് സപ്ലൈയുടെയും ഇൻപുട്ട് ടാക്സ് അവിടെ ക്രെഡിറ്റ് ചെയ്യപ്പെടണം, ITC വന്നിരിക്കണം. അപ്പോൾ ഒരു 10 ഇൻവാർഡ് നമുക്ക് ഉണ്ടെന്ന് വിചാരിച്ചു ആ മാസം. ആ 10 ഇൻവാർഡും കൂടെ ചെയ്തിട്ട് 10 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഈ 10 ഇൻവാർഡ് നമ്പറും കയറിയിട്ടുണ്ട്, 10 ലക്ഷത്തിൻ്റെയും ടാക്സ് കയറിയിട്ടുണ്ട് എന്ന് ഓരോ മാസവും നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റണം. അല്ല എങ്കിൽ ചിലപ്പോൾ 9 ആളെ അത് ചെയ്തുള്ളൂവെങ്കിൽ ആ 9 ആള്, അപ്പോൾ ആ 10ാമത്തെ ആളുടെ ഇൻപുട്ട് ടാക്സ് എത്രയാണോ അത്രയും നമ്മളെ ഈ എമൗണ്ട് കുറയും. മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സിസ്റ്റത്തിൽ കാണുന്ന ഫിഗറിനെ അങ്ങ് 100% കണ്ണടച്ച് വിശ്വസിക്കാന്നല്ല, മറിച്ച് നമ്മൾ എത്ര ഇൻവാർഡാണോ എടുത്ത ആ ഇൻവാർഡ് എടുത്ത എല്ലാ സപ്ലൈസും നമ്മളെ പർച്ചേസുകളെ അവരുടെ സെയിലായിട്ട് കാണിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും, അങ്ങനെ സെയിലായി അവർ കാണിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പർച്ചേസിനെ നിങ്ങൾ സെയിലാക്കി കാണിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുകയും അത് ആ പർട്ടിക്കുലർ ടൈം ഇൻ്റർവെലിൽ തന്നെ അവരെ കൊണ്ട് അപ്ലോഡ് ചെയ്യിപ്പിക്കാൻ നമുക്ക് കഴിയണം ഫോൺ വിളിച്ചിട്ട്. അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ടാക്സ് ഇറങ്ങും. മനസ്സിലായല്ലോ. അതും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്, പ്രാക്ടിക്കലി ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ ടൈപ്സ് ഓഫ് റിട്ടേൺസിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പോയാൽ മതി, അത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. GSTR 1 മന്ത്ലി കൊടുക്കണം, GSTR 2A അത് മന്ത്ലിയാണ്. അതിൻ്റെ സമയമാണ് പറയുന്നത്. 1 നമ്മളെപ്പോഴും 10th എല്ലാ മാസം നെക്സ്റ്റ് മാസത്തെ 10ാം തീയതിയാണ് അടക്കേണ്ടത്. കാരണം അതിൽ കൂടുതലും വരുന്നത് എന്താണ്, അതിൽ വരുന്നത് എന്തിനെ കുറിച്ചാണ്? GSTR 1 എന്താണ്, നമ്മുടെ സെയിലുകളാണ് അല്ലേ. അപ്പോൾ അവരുടെ മറ്റുള്ള പർച്ചേസുകളായിട്ട് അത് വരിക. അതുകൊണ്ടാണ് അവർക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ സെയിലുകൾ നമ്മൾ വേഗം എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. എന്നാലേ മറ്റുള്ളവരുടെ പർച്ചേസുകളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് ഇൻവാർഡ് സപ്ലൈ ആക്കി മാറ്റിക്കൊണ്ട് അതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഓരോ മാസം 10ാം തീയതി മുമ്പ് സെയിൽസ് ഡീറ്റെയിൽസ് കൊടുക്കുന്നു, അടുത്ത മാസം 15ാം തീയതി മുമ്പ് GSTR 2 പർച്ചേസ് ഡീറ്റെയിൽസ് കൊടുക്കുന്നു, പിന്നെ GSTR T മന്ത്ലി കൊടുക്കുന്നു, 13th സക്സീഡിങ് മന്ത്ലി കൊടുക്കുന്നു, ദെൻ GSTR 9 ആനുവലി കൊടുക്കുന്നു. ഇതെല്ലാം നോർമലി ഓരോ സമയങ്ങളിൽ കൊടുക്കേണ്ട, അതിൻ്റെ ഇടയിലും മറ്റ് സമയങ്ങളിൽ കൊടുക്കേണ്ടത് നമുക്ക് കാണാൻ പറ്റും. GSTR 3A ഉണ്ട്, അതേപോലെ തന്നെ 1A ഉണ്ട്, 2A ഉണ്ട് അല്ലേ. അതാത് സമയങ്ങളിൽ അപ്പോഴും കൊടുക്കും. അത് നമ്മൾ ചില പ്രത്യേക സമയങ്ങളിൽ കൊടുക്കുന്നതാണ്. പിന്നെ ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ചില കറക്ഷൻസ് ഒക്കെ വരുന്ന സമയത്തൊക്കെ കൊടുക്കേണ്ട കുറേ എന്താ പറയുക ഫോമുകളൊക്കെ ഉണ്ട്. എല്ലാം കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനും അല്ലെങ്കിൽ ചർച്ച ചെയ്യാണ്ട് ആവശ്യമില്ലാത്തതുകൊണ്ടും ഇതെല്ലാം പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവും എന്നുള്ളതുകൊണ്ടും കൂടി അത് സ്കിപ്പ് ചെയ്യുന്നതും കൂടിയാണ്. കാരണം ഓരോ എന്താ പറയുക മൈന്യൂട്ട് കാര്യങ്ങളിലേക്കും പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ ഫ്ലക്ച്വേഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് കിട്ടിയാൽ തന്നെ നമുക്ക് അതിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുന്ന ട്രാൻസാക്ഷൻസും അതിൻ്റെ റിട്ടേൺ ഫോമുകളും ഫയലിംഗ് സിസ്റ്റവും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കും. അതേസമയത്ത് അതാവില്ല മറ്റൊരു ടീമിന് ചിലപ്പോഴും ബാധകമാവുക. അപ്പോൾ അവരത് മനസ്സിലാക്കട്ടെ. അങ്ങനെ ഓരോരുത്തരും അവനവന് വേണ്ട ട്രാൻസാക്ഷൻസും അതിൻ്റെ സ്റ്റൈലും അവരുടെ റിട്ടേണിൻ്റെ ഫോമുകളും അവരുടെ ഫയലിംഗ് സിസ്റ്റവും ഓരോരുത്തരും മനസ്സിലാക്കുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. പിന്നെ ഫൈനുകളുണ്ട്, ഫീസുകളുണ്ട്, ലൈറ്റ് ഫീ ഉണ്ട്. ഞാൻ കുറച്ച് എമൗണ്ടുകൾ കാണിച്ചത് മാത്രം, ആ എമൗണ്ടുകളെല്ലാം അത്ര സമയങ്ങളിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. ദെൻ ലാസ്റ്റ് ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ GST ആയിട്ട് ബന്ധപ്പെട്ട്. SCBയിലെ സെക്രട്ടറി അല്ലെങ്കിൽ അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ജനറൽ മാനേജർ ആരാവട്ടെ, അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള അതോറിറ്റി ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റീസിൽ ലീഡർഷിപ്പുള്ള ആൾ എന്തെല്ലാം ശ്രദ്ധിക്കണം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ GST രജിസ്ട്രേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ സർട്ടിഫിക്കറ്റ്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുന്നത് എനിക്ക് തോന്നിയേക്കാം, പക്ഷെ ഒന്നും വിചാരിക്കരുത്. അതിന് റെലവൻസ് ഉൾക്കൊള്ളുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടി ഉണ്ട്. അതെന്താ വെച്ചാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എവിടെ വെക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ നിസ്സാരമായിട്ട് തോന്നിയേക്കാം. കാരണം ഈ GST രജിസ്ട്രേഷൻ എന്ന് മാത്രമല്ല, ഏത് രജിസ്ട്രേഷൻ, നമ്മുടെ ബൈലോ ആവട്ടെ, അതേപോലെ തന്നെ നമുക്ക് കിട്ടിയ ക്ലാസിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആവട്ടെ, നമ്മുടെ പിന്നെ എന്താ പറയുക സ്റ്റാഫ് പാറ്റേൺ ആവട്ടെ, ഇങ്ങനെ പ്രധാനപ്പെട്ട കുറേ സാധനങ്ങളുണ്ട് നമുക്ക്.
ഇപ്പോൾ നമുക്ക് JR അല്ലെങ്കിൽ പിന്നെ രജിസ്ട്രാറോ തന്നിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചിട്ടുള്ള നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആവട്ടെ, ഇതെല്ലാം എവിടെ, എങ്ങനെ, ഏത് രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നു, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ ഇത്തരം ഡോക്യുമെന്റ്സിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ഏതൊരു കേസിലും അതൊരു ഓഡിറ്റർ ആവും, എക്സ്റ്റേണൽ പാർട്ടി ആരാകട്ടെ, ഏതൊരു എക്സ്റ്റേണൽ പാർട്ടി നമ്മളെ സ്ഥാപനത്തിൽ കയറി വരുമ്പോഴും അവർ ആദ്യം ആക്സസ് ചെയ്യുന്നത് ഇത്തരം ഡോക്യുമെന്റ്സുകളായിരിക്കും. അത് വളരെ പെട്ടെന്നും വളരെ നീറ്റായിട്ടും അവരുടെ മുമ്പിലേക്ക് കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു ഇംപ്രഷൻ ഉണ്ടാക്കും ഒരു SCBയെ സംബന്ധിച്ചിടത്തോളം. ഒരു നിങ്ങൾ GST രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് തരും, അല്ലെങ്കിൽ നിങ്ങളുടെ കോപ്പറേറ്റീവ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തരും എന്ന് പറയുമ്പോൾ, സാറ് സെക്രട്ടറി വിളിച്ചു ചോദിക്കുക അക്കൗണ്ട്, അത് നമ്മൾ എവിടെ വെച്ചിരിക്കുന്നത്, നിനക്ക് ഓർമ്മയുണ്ടോ, അത് ആ ഫയലിലാണോ ഈ ഫയലിലാണോ, എന്താ അപ്പോൾ അതോട് കൂടി എന്തായിരിക്കും ആ ഒരു എക്സ്റ്റേണൽ ടീം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കയറി വന്ന നമ്മളെ ഇൻസ്പെക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് വാച്ച് ചെയ്യാനോ വന്ന ഒരു ഓഡിറ്ററോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫീസറോ ആവട്ടെ, എന്തായിരിക്കും അതോടുകൂടി നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന അവർ SCBയെ സംബന്ധിച്ചിട്ടുണ്ടാകുന്ന മതിപ്പ്. എല്ലാം കഴിഞ്ഞു. ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പോലും കൃത്യമായി ഫയൽ ചെയ്യാൻ പറ്റാത്ത ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു SCB എങ്ങനെ മറ്റു ഡോക്യുമെന്റ്സുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും എന്നുള്ള ബോധം പിന്നെ അവർക്ക് തോന്നുക. ആ രീതിയിലാണ് പിന്നെ അവർ ചിന്തിക്കാൻ തുടങ്ങുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയും റെലവെന്റ് ആണ്. നമ്മൾ ചിലപ്പോഴൊക്കെ നിസ്സാരമായിട്ട് കാണുന്നതാണ്. അപ്പം നമുക്ക് അറിയില്ല അത് എവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ ബിൽഡിംഗ് സ്വന്തമായിട്ട് പിന്നെ എന്താ പറയുക സ്ഥലം ഉണ്ടെങ്കിൽ അതിൻ്റെ ആധാരം പോലും ചിലപ്പോൾ എവിടെയാണെന്ന് ഒരു ബോധം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പം ഇത്തരം കുറേ സാധനങ്ങൾ ഞാൻ ജനറലായിട്ട് പറഞ്ഞത് മാത്രം, എല്ലാവരും അങ്ങനെയാണെന്നല്ല, റയറസ്റ്റ് ആയിട്ട് നമുക്ക് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് പറയാണ്. റയറസ്റ്റ് ആയിട്ട്, റയറായിട്ടും കൂടി അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഒന്നും വിചാരിക്കരുത്, റയറസ്റ്റ് ആയിട്ടുള്ള അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അത്തരം ചില വളരെ റയറസ്റ്റ് ആയിട്ടുള്ള കേസുകൾ നമുക്ക് കാണാറുണ്ട്. അത്തരം കേസുകൾ ഇല്ലാതിരിക്കുക. ഇനി കൃത്യമായിട്ട് പിന്നെ എന്താ പറയുക ഫയൽ ചെയ്യുന്നവർ അത് അതേപോലെ തന്നെ ഫോളോ ചെയ്യാനും ശ്രമിക്കുക എന്നും കൂടിയും പറയുന്നു. ദെൻ നമുക്ക് കുറച്ചുകൂടി സ്ഥലം ഫസ്റ്റാക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് 15 മിനിറ്റ് നമുക്ക് ചോദ്യോത്തരങ്ങൾക്ക് സമയം കൊടുക്കും. ഓക്കെ, അത് ഞാൻ എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ അതാണ് സമയം നോക്കിയത്. ഇനി ഒരു 5 മിനിറ്റ് കൂടി എന്റെ മുമ്പിലുണ്ട്, അതുകൊണ്ട് ഞാൻ നിർത്തും. ഞാനിതാ ഇപ്പം 37ആയി. 40-45 ഉള്ളിലേക്ക് ഞാൻ നിർത്തും. ഞാൻ സമയം ഇപ്പൊ നോക്കിയുള്ളൂ കേട്ടോ. ലാസ്റ്റ് 2 സ്ലൈഡ് നമുക്കുള്ളൂ. ജനറൽ ആയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് പറയേണ്ട കാര്യമുള്ളൂ. ഓരോ സ്ലൈഡിലും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഒരു ഓവറോൾ അവയർനെസ് അവസാനം ഉണ്ടാക്കാന്ന് മാത്രം, അത്രേ ഉള്ളൂ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഫയലിങ്ങിലെ ഡേറ്റുകൾ കൃത്യമായി ഓർമ്മ വെക്കുക. നമ്മൾ നേരത്തെ കാണിച്ചല്ലോ, 10-ാം തീയതി ചെയ്യേണ്ടതുണ്ട്, 15-ാം തീയതി ചെയ്യേണ്ടതുണ്ട്, 20-ാം തീയതി ചെയ്യേണ്ടതുണ്ട്, ക്വാർട്ടർലി ചെയ്യേണ്ട കേസുകളുണ്ട്, മന്ത്ലി പിന്നെ ഇയർലി ചെയ്യേണ്ട കേസുകളുണ്ട്. പിന്നെ ഇഷ്യൂസ് വരുമ്പോൾ അത് റീഡ്രാഫ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട കേസുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവണം. അതൊക്കെ അതാത് സമയത്ത് കൊടുത്തിട്ടുണ്ടോ നോക്കണം. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഫൈനുകളും പെനാൽറ്റികളും എന്ത് ചെയ്യും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ GSTയുടെ സൈറ്റിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ടെക്നിക്കൽ ഇഷ്യൂസിന്റെ 2 രീതിയിലാണ് ടെക്നിക്കൽ ഇഷ്യൂസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അവരുടെ എൻഡിലാണോ നമ്മളെ എൻഡിലാണോ ടെക്നിക്കൽ ഇഷ്യൂ എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. GST സൈറ്റിലാണ്, GSTN-ലാണ്, അല്ലെങ്കിൽ അവിടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന്റെ ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ ടെക്നിക്കൽ ഇഷ്യൂ വന്നതെങ്കിൽ ഒരു പക്ഷേ ലാസ്റ്റ് ഡേറ്റിൽ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എങ്കിൽ അവർ നെക്സ്റ്റ് 2 ഡേയ്സും കൂടി ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു വരും. പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത 2 ദിവസം കൂടിയും അത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഒരു സമയവും ഉണ്ട്. കാരണം അവരുടെ സൈറ്റിന്റെ ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണത്. മറിച്ച് ചിലപ്പോൾ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ വരും. അത് ഒരു പക്ഷേ നമ്മളെ എൻഡിലുള്ള പ്രശ്നമായിരിക്കും. നമ്മുടെ എന്താ പറയുക നെറ്റ്വർക്കിന്റെ ഇഷ്യൂ, അല്ലെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടറിന്റെ എന്തെങ്കിലും ടെക്നിക്കൽ എററോ ആണെങ്കിൽ നമ്മളത് GSTN-ന്റെ ഇഷ്യൂ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ ടൈം കഴിയും. പിന്നെ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, പിന്നെ അത് ബുദ്ധിമുട്ട് വരും. അപ്പൊ അത്തരം കേസുകളിൽ ടെക്നിക്കൽ ഇഷ്യൂ എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ 2 സെൻസിൽ കാണണം. നമ്മുടെ എൻഡിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്നുള്ള ടെക്നിക്കൽ ഇഷ്യൂ ആണോ, അതോ GST ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിന്റെ ടെക്നിക്കൽ ഇഷ്യൂ ആണോ? മനസ്സിലായി? അതിന് 2 ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നാണ് കേട്ടോ. പിന്നെ സെസ് പോലത്തെ സാധനങ്ങളൊക്കെ അഡീഷണൽ കൊടുക്കുകയാണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രത്യേക രീതിയിലായിരിക്കണം. അത് പലപ്പോഴും ഈ GSTയുടെ സൈറ്റിലേക്ക് അതിന് സെപ്പറേറ്റ് സാധനങ്ങൾ ഉണ്ടാവും. അത് വേറെ തന്നെ ആയിരിക്കും കാണിക്കേണ്ടി വരിക. കാരണം അതായത് ഗവൺമെന്റിന്, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിനൊക്കെ ഉള്ള ഇൻകം ആയിരിക്കും പലപ്പോഴും അത്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം. അത് ഈ സെസ്സിന്റെ കാലാവധി കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കുന്നത് നിർത്തുകയും വേണം. അത് നമ്മൾ നോട്ട് ചെയ്യണം.
ദെൻ പിന്നെ എന്തൊക്കെയാണ് ലാസ്റ്റത്തെ കോളത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്നുള്ളത്. കീപ്പ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ഒന്ന് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുകളും കൃത്യമായിട്ട് കീപ്പ് ചെയ്യണം. 2017 മുതലുള്ള എന്തായാലും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ അത് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. സെയിൽസിൻ്റെ ഡീറ്റെയിൽസ്, പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ്, സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ്, വേ ബില്ലുകൾ. ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50,000 രൂപയുടെ മുകളിലുള്ള ട്രാൻസാക്ഷൻസിനൊക്കെ ഇലക്ട്രോണിക് ബില്ലുകളായിരിക്കും വരിക. അതിനെ നമ്മൾ വേ ബിൽ എന്ന് വിളിക്കുക. അത് പിന്നെ ഡെലിവറി ചലാനുകൾ, ഡാറ്റ ബാക്കപ്പ്, നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഡാറ്റ ബാക്കപ്പ്. അത് നമ്മുടെ പിന്നെ ഡേ ടു ഡേ ബിസിനസ് ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ട് ഡാറ്റ സെക്യൂരിറ്റി ഭാഗമായിട്ട് മാത്രമല്ല, പക്ഷേ ലീഗൽ കംപ്ലയിൻസും കൂടിയാണത്. എല്ലാ പിന്നെ ലീഗൽ കംപ്ലയിൻസിൻ്റെ കൂടി ഭാഗം കൂടിയാണ് ഡാറ്റ ബാക്കപ്പ് എടുക്കുക എന്ന് പറയുന്നത്. അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും GST ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും വേറെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവർക്കൊക്കെ നമ്മുടെ ഡാറ്റ ബാക്കപ്പ് ആവശ്യമാണ് പല സമയത്തും. അപ്പോൾ അതുകൊണ്ട് ഡാറ്റ ബാക്കപ്പും കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ അത്, പിന്നെ ഡേ ബുക്ക്, സ്റ്റോക്ക് രജിസ്റ്റർ. ഈ 2 സാധനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഡേ ബുക്കും സ്റ്റോക്ക് രജിസ്റ്ററും പെർമനന്റ് ഫയലുകളാണ്. മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 വർഷം, മാക്സിമം 72 മാസം അല്ലെങ്കിൽ 6 വർഷം കീപ്പ് ചെയ്താൽ മതി, മോള് പറഞ്ഞതൊക്കെ. പക്ഷേ സ്റ്റോക്ക് രജിസ്റ്ററും ഡേ ബുക്കും പെർമനന്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. അതൊരിക്കലും എന്ത് ചെയ്യരുത്, പിന്നെ ഈ 72 മാസത്തേക്ക് അല്ലെങ്കിൽ 6 വർഷത്തേക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് കാണരുത് കേട്ടോ. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഇപ്പോൾ തൽക്കാലം എനിക്ക് പറയാനുണ്ടാവുക. ഇനി ഇത് ചെയ്ത് തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും വല്ല പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു 15 മിനിറ്റ്സ് നമുക്ക് ടൈമുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം ഡിസ്കസ് ചെയ്യാം കേട്ടോ. ദാറ്റ്സ് ഓൾ. ദെൻ ഇറ്റ്സ് എ ടൈം ഫോർ ക്വസ്റ്റ്യനിങ്. സംശയം ചോദിക്കട്ടെ എല്ലാവർക്കും. സർ, ഞാൻ വിടും. എനിക്ക് ഒരു ചെറിയ യാത്രയിലാണ്. ഞാൻ ലീവ് ചെയ്യും. ബാക്കി അഡ്മിന്മാർ അത് മാനേജ് ചെയ്യും സർ. ഓക്കെ. ഞാൻ പറഞ്ഞതെല്ലാം മുഴുവനായിട്ട് കേട്ടിരുന്നല്ലോ അല്ലേ? എല്ലാം കേട്ടിരുന്നു. ഞാനൊരു ട്രാവലിലാണ്, അതുകൊണ്ടാണ്. ബാക്കി ചോദിച്ചോളൂ. ശരി, താങ്ക് യു. സാറേ നമസ്കാരം. പറയൂ സാറേ. സാറ് പറയുമ്പോൾ നമ്മളിപ്പോ ബാങ്കിങ് ബിസിനസ് എടുക്കുന്ന സ്ഥാപനം നോൺ ബാങ്കിങ് ബിസിനസ്, അതായത് സെയിൽസും പർച്ചേസും ചെയ്യുന്ന കാര്യത്തിലാണ് സാർ ഇപ്പൊ കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സാർ അതുമായിട്ട് വിഷയം പറഞ്ഞാല് നമ്മൾ ഇൻപുട്ട് ടാക്സും ഔട്ട്പുട്ട് ടാക്സും, പിന്നെ അതൊന്ന് ഇൻപുട്ട് ടാക്സ് നമ്മുടെ പേയ്മെന്റ് ഡെബിറ്റ് കാട്ടിക്കും, ഔട്ട്പുട്ട് ടാക്സ് ക്രെഡിറ്റ് കാട്ടിക്കും. അപ്പൊ അത് രണ്ടും ഒറ്റ ഹെഡിൽ വന്നിട്ട് ഡെബിറ്റ് ക്രെഡിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റൂലേ സാറേ? അങ്ങനെ വേറെ തന്നെ കാട്ടിക്കേണ്ടി വരുമോ ഒന്നിന് തന്നെ? അതായത് GST ഹെഡ് എടുത്തിട്ട് അവിടെ ക്രെഡിറ്റ്, പിന്നെ സെയിൽസ് ആകുമ്പോ ഡെബിറ്റ്, പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ടാക്സ് കാണിച്ചാൽ മതിയല്ലോ സാറേ? മതി. പക്ഷേ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താ പറയുക? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് നമുക്ക് ഒരൊറ്റ ഹെഡ് മതി. ഇൻപുട്ട്, ക്രെഡിറ്റ്, ഔട്ട്പുട്ട്, അങ്ങനെ 2 എണ്ണം ചെയ്യാം, ഇൻപുട്ട് ടാക്സും ഔട്ട്പുട്ട് ടാക്സും. പക്ഷേ GSTയുടെ സൈറ്റിൽ ഇതിനെ സെറ്റ് ഓഫ് റൂൾസ് എന്ന് പറയുന്ന, പിന്നെ IGSTയിൽ 3 റൂൾസും CGSTക്കും SGSTക്കും 2 റൂൾസും ആണുള്ളത്. കാരണം അതൊരു സെറ്റ് ഓഫ് ഒരു സിസ്റ്റം ഉണ്ട് അതിന്. ആദ്യം IGST ആയിട്ട്, പിന്നെ CGST ആയിട്ട്, പിന്നെ SGST ആയിട്ട്, ദെൻ അതിന്റെ ബാലൻസിങ് ഫിഗർ പേയബിൾ ആയിട്ട്, അങ്ങനെ വരുന്നത്. അപ്പൊ ആ രീതിയിലാണ് നമ്മളെ കൺസൾട്ടന്റോ അല്ലെങ്കിൽ നമ്മളോ GSTNലേക്ക് ഈ സാധനം കയറ്റുന്നത്, ഡാറ്റ എല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. അതേപോലെ അതിന്റെ ബാലൻസുകൾ നമ്മുടെ അക്കൗണ്ട് ഹെഡുകളിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹെഡുകളെ സെപ്പറേറ്റ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ടാക്സുകളെങ്കിലും GST, CGST, SGST ടാക്സുകളെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും? കൃത്യമായ ഒരു എന്താ പറയുക, ഹെഡുകളുടെ ബാലൻസുകൾ കിട്ടും. അത് നമുക്ക് ഇപ്പോൾ ഇത്രയും ഹെഡുകൾ ക്രിയേറ്റ് ചെയ്യാനും അതിലേക്ക് ഡാറ്റ എൻട്രി ചെയ്യാനും ഒരു പ്രയാസം പോലെ ഫീൽ ചെയ്യും. പക്ഷെ ഇത് ട്രാൻസ്ഫർ എൻട്രികളല്ലേ? സ്വാഭാവികമായിട്ടും ട്രാൻസ്ഫർ എൻട്രികൾക്ക് വലിയ റിസ്ക് ഒന്നുമില്ല. നമുക്ക് ലെഗ് സെറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇപ്പോൾ ഒരു ഡെബിറ്റിന് എത്ര ക്രെഡിറ്റ് വേണമെങ്കിൽ കൊടുക്കാം, ഒരു ക്രെഡിറ്റിന് എത്ര ഡെബിറ്റ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ എന്താ പറയുക, സബ്സെറ്റ് ചെയ്യാം. അപ്പൊ അത് നമുക്ക് ഫസ്റ്റ് ടൈം ഒരു പ്രയാസമായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും നമുക്ക് പിന്നീട് അത് ചെയ്യുമ്പോൾ അത്ര ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ് ആയിട്ട് തോന്നുകയോ അല്ലെങ്കിൽ നമുക്കതൊരു ബർഡൻ ആയിട്ട് ഫീൽ ചെയ്യുകയോ ചെയ്യില്ല. മറിച്ച് നമ്മുടെ അക്കൗണ്ട് ഹെഡുകളുടെ ക്ലാരിറ്റി അത് കൃത്യമായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തരികയും ചെയ്യും. അപ്പൊ നിങ്ങൾ ഇത്രയും ഹെഡുകൾ, ഞാൻ പറഞ്ഞ ഹെഡുകൾ വേണമെന്ന് ഞാൻ പറയില്ല, മറിച്ച് മിനിമം ഹെഡുകളെങ്കിലും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പ്ലസ് നിങ്ങളുടെ കൺസൾട്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ടോ എത്ര ഹെഡുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഈ നെറ്റ്വർക്കിൽ GSTയുടെ സൈറ്റിൽ നടക്കുന്നെങ്കിൽ ആ ഹെഡുകളെങ്കിലും മിനിമം നമ്മളെ സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക.
എല്ലാ ഹെഡുകളില്ലെങ്കിലും അത്ര ഹെഡുകളെങ്കിലും. ആ ഹെഡുകൾ മാത്രം കൊണ്ടുവരിക. എന്നിട്ട് അവിടുത്തെ എൻട്രികൾ അതേപോലെ ഇവിടെ നമ്മൾ പാസ് ചെയ്യുക. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഇവിടെയും കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ സൈറ്റിൽ എന്താണോ ഇവിടെ എന്താണോ ഇത് രണ്ടും ഒരേപോലെ ആവും. അപ്പൊ നമ്മുടെ പിന്നെ സ്റ്റോക്ക് രജിസ്റ്റർ, നമ്മുടെ പർച്ചേസ് രജിസ്റ്റർ, നമ്മുടെ സെയിൽസ് രജിസ്റ്റർ, ഇതെല്ലാം പ്രിന്റ് അടിക്കുന്നത് GST ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരുന്ന പ്രിന്റുകൾ ഉണ്ടല്ലോ, അവരുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മളത്തേക്ക് വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന പ്രിന്റുകളും നമ്മളെ പ്രിന്റുകളും ടാലി ആയിരിക്കും. അവിടെ തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് ഒഴിവായി കിട്ടും. മറിച്ച് നമ്മൾ പർച്ചേസിലേക്ക് ഈ പറയുന്ന ഇൻപുട്ട് ടാക്സുകളെല്ലാം ആഡ് ചെയ്യും, ഇതെല്ലാം കൃത്യമായി ഫോളോ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ അവർ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള സൈറ്റിലോ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള നമ്മുടെ സെയിൽസ് ഫിഗറുകൾ, പർച്ചേസ് ഫിഗറുകൾ, സ്റ്റോക്ക് ഫിഗറുകൾ, അത് നമ്മളെ സോഫ്റ്റ്വെയറിലെ സെയിൽസ് ടാക്സ് സെയിൽസ് പർച്ചേസ് ടാക്സ്, പിന്നെ ഈ സ്റ്റോക്കിന്റെ ഫിഗറുകൾ, ഇതെല്ലാം ഒരു എന്താ പറയുക ഒരു സബ്സ്റ്റാൻഷ്യൽ ഡിഫറൻസ് കാണിക്കും, അല്ലെങ്കിൽ വലിയൊരു സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് കാണിക്കും. അത്രയും ഡിഫറൻസ് കാണിക്കുമ്പോൾ തന്നെ എന്താവും, നമുക്ക് അവർക്കും അത് റീകൺസിൽ ചെയ്യാനും എവിടെയാണ് ഇത് മിസ്സായതെന്നും ഏത് ഏരിയയിലേക്കാണിത് പിന്നെ എവിടുന്ന് അത് റിട്രീവ് ചെയ്തെടുക്കാമെന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. കുറെ കാലത്തിന് ശേഷം അതെല്ലാം നമുക്ക് ചെയ്യേണ്ടി വരിക പലപ്പോഴും, 3, 4, 5 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ക്ലാരിറ്റിയുടെ കുറവ് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഹെഡുകൾ ഇത്രയും ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, വേറൊന്നുമല്ല കേട്ടോ. അങ്ങനെ ചെയ്താൽ വളരെ നല്ലത്, വളരെ വളരെ നല്ലത്. അല്ല സാർ, നമ്മളത് ഇതുവരെ ചെയ്തുകൊണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓഡിറ്റർമാർ പറഞ്ഞു നിങ്ങളത് ഇൻപുട്ട് ഔട്ട്പുട്ട് വേറെ വേറെ കാട്ടിക്കുന്നത് ഒറ്റ കാട്ടിൽ കൊണ്ടുവന്നിട്ട് ഡെബിറ്റ് ക്രെഡിറ്റ് കാട്ടിയ പോലെ വന്നു. അത് അങ്ങനെയല്ല ഇതിന്റെ രീതി. പിന്നെ ഇനി ഇത് വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നല്ലൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്, അതിൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ. വേറെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു അക്കൗണ്ടിങ് ഇയറിന്റെ ഇടയിൽ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ നെക്സ്റ്റ് ഈ 2 മാസം കൂടി കഴിയുമല്ലോ, നമ്മളെ പിന്നെ എന്താ പറയുക ഫെബ്രുവരി മാർച്ച് കൂടി കഴിഞ്ഞ് നെക്സ്റ്റ് ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. ആ ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ രീതിയിലേക്ക് അത് എങ്ങനെയാ കൊണ്ടുവരാന്നുള്ളത് നിങ്ങളെ കൺസൾട്ടന്റുമായിട്ട് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെ CA ആയിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾ അതിന്റെ ഹെഡുകൾ ക്രിയേറ്റ് ചെയ്യും. അവരെ വന്നിട്ടുള്ള അതേ എന്താ പറയുക ക്ലോസിംഗ് ബാലൻസുകളെ ഇവിടെ ഓപ്പണിംഗ് ബാലൻസുകളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണം. എന്നിട്ട് ആ ഇയർ മുതൽ നിങ്ങൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകണം കേട്ടോ. അല്ലാതെ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ ഇടയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. സാർ ഒരു ഡൗട്ട് കൂടി, ബാങ്കിങ് ബിസിനസ് ആയിട്ട് വന്നിരുന്നു സാറേ. സാർ ഇപ്പൊ നമ്മള് ലീഗൽ ഫീസ് നമ്മൾ വാങ്ങുമല്ലോ, അതായത് നമ്മൾ ലീഗൽ ഫീസ് മേടിക്കുമ്പോൾ നമ്മളതൊരു ഇങ്കാക്കിയിട്ട് അവർ കണക്കൂട്ടുന്നു. അപ്പൊ നമുക്കത് ശരിക്കൊരു സസ്പെൻസ് SL ആക്കി അങ്ങനെ രീതിയിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ കസ്റ്റമറുടെ അടുത്ത് നിന്ന് ആവശ്യമില്ലാതെ ടാക്സ് മേടിച്ച് അല്ലെങ്കിൽ വാങ്ങിയിട്ട് സർക്കാരിൽ ഇറക്കേണ്ട ഒരു വിഷയം വരുമല്ലോ. ആക്ച്വലി നമ്മളത് വേറാക്കപ്പാട് കൊടുക്കേണ്ടതല്ലേ നാളെ പറ്റുന്നത്. അപ്പൊ അങ്ങനെ നമുക്കിത് ചെയ്യുന്നതിൽ വേറെ ഒന്നും സാങ്കേതികമായി തടസ്സം ഉണ്ടാവുമോ? അത് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കേണ്ട വിഷയമാണ്. അതിന് 2 ആസ്പെക്ട്സിൽ കാണാം. നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചത് എന്താ വെച്ചാൽ ഒരു കസ്റ്റമർ റിലേഷൻസിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങളുടെ കസ്റ്റമറെ നിങ്ങൾ അത്രയും കെയർ ചെയ്യുന്നു, അത്രയും നിങ്ങൾ കസ്റ്റമറെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് കസ്റ്റമറുടെ ഒരു എമൗണ്ട് അനാവശ്യമായിട്ട് പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ ബോധേഡാവുന്നു. അതുകൊണ്ട് നിങ്ങൾ സസ്പെൻസിലേക്ക് കയറ്റുകയും അതിന്റെ മുകളിൽ കസ്റ്റമർക്ക് ടാക്സ് കളക്ട് ചെയ്യാതിരിക്കുകയും ചെയ്യാന്ന് പറയുന്ന സെൻസിലേക്ക് പോകുന്നത് നിങ്ങളുടെ കസ്റ്റമർ ഫ്രണ്ട്ലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പിന്റെ സെൻസിൽ ഓക്കെ. മറിച്ച് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൊടുക്കുന്ന സർവീസിന്റെ മുകളിൽ ആ കസ്റ്റമർ ടാക്സ് അടക്കാൻ ലേബിൾ ആണ്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഇതൊരു കസ്റ്റമർ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് അത് അത്തരം ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി കുറവ് അവിടെ ഉണ്ട്. നമുക്ക് വീണ്ടും ചിന്തിക്കേണ്ട പോയിന്റാണത്. എന്നാലും ഇങ്ങനെ കാര്യം അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ ഒരു കൺസെപ്റ്റ് ശരിക്ക് ഈ ടാക്സ് സിസ്റ്റത്തിലുള്ളതെന്ന് വെച്ചാൽ ടാക്സ് ഇവേഷനും ടാക്സ് അവോയ്ഡൻസും ആണ്. IT-ലൊക്കെ കൃത്യമായിട്ട് ഇൻകം ടാക്സ് കൃത്യമായിട്ട് ആ സ്ഥാനത്ത് പറയുന്നുണ്ട്. ടാക്സിന് ഇവേഷൻ എന്ന് പറഞ്ഞാൽ ടാക്സ് വെട്ടിക്കുക എന്നാണ്. അത് ഇല്ലീഗലാണ്, ഇമ്മോറലാണ്. അതേ സമയത്ത് ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത് ടാക്സിനെ എങ്ങനെ പരമാവധി കുറക്കാം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ്. നമ്മളെ ടാക്സ് കൊടുക്കുന്ന എമൗണ്ട് എങ്ങനെ ലീഗലായിട്ട് നമുക്ക് പരമാവധി കുറക്കാം, എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെന്റോ മറ്റോ നടത്തിയിട്ട് അതിന്റെ അഡ്വാൻറ്റേജസ് എടുത്തുകൊണ്ട് 5000 ടാക്സ് കൊടുക്കാനുള്ള എനിക്ക് എങ്ങനെ 2000-ലേക്ക് അല്ലെങ്കിൽ 1000-ലേക്ക് ഇതിന്റെ ടാക്സിന് എത്തിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചൊരു ചിന്ത ഉണ്ടല്ലോ, അതാണ് ടാക്സ് അവോയ്ഡൻസ്. മറിച്ച് 5000 ടാക്സ് കൊടുക്കാനുള്ള ഞാൻ 5000 കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്ത് മാർഗം എടുക്കാം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ് ഇവേഷൻ. അപ്പൊ നമ്മൾ അവോയ്ഡൻസ് എന്നുള്ള സെൻസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ നോക്കാം. അതിന് എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാം. മറിച്ച് ഇവേഷൻ എന്നുള്ള സെൻസിലേക്കാണ് ഡിപ്പാർട്ട്മെന്റ് അതിനെ കാണുന്നതെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അപ്പൊ നമുക്കത് ചർച്ച ചെയ്യാവുന്നതാണ്. ഞാനത് ഒന്നുകൂടി അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഇങ്ങനെ ഒരു സംഭവത്തെ കസ്റ്റമർ നേരിട്ട് എന്താ പറയുക, ഒരു പക്ഷേ ഈ നമ്മൾ സസ്പെൻസ് ഒന്നും വാങ്ങണ്ട, നേരിട്ട് കസ്റ്റമർ എന്താ പറയുക ഈ വക്കീലിന് ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ
ആ കേസിൽ എന്ത് വരുന്നു? മറിച്ച് അങ്ങനെയാണെങ്കിലും നമ്മൾ റെസ്പോൺസിബിൾ ആണോ? അതിനെക്കുറിച്ച് വേറൊരു ചിന്ത നമുക്ക് വരേണ്ടതുണ്ട്. അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി ആലോചിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. അത് നമ്മൾ നെക്സ്റ്റ് ഒരു പ്ലാറ്റ്ഫോമിൽ ഇതേപോലെ സംസാരിക്കേണ്ട അവസ്ഥ വരുമ്പോഴേക്കും ഞാനത് ക്ലിയർ ചെയ്യാം. അതെ അതെ. അവിടെ ഇതാണ് ഇപ്പൊ അതിലൊരു ചിന്തിക്കേണ്ട പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഈ കസ്റ്റമർ നേരെ ഈ എന്താ പറയാ വക്കീലിന് ഈ ഫീസ് കൊടുത്താൽ പോലും നമ്മൾ ലയബിലിറ്റി ഒഴിവാക്കാനുള്ള സാധ്യത വളരെ റെയറാണ്. കാരണം എന്താ അറിയോ, അവർ നേരെയാണ് ആ പേയ്മെന്റ് കൊടുക്കുന്നതെങ്കിലും ആ പേയ്മെന്റ് നമ്മുടെ സർവീസിന്റെ ഭാഗമാണ്. മനസ്സിലായോ? അത് അയാളുടെ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച പേയ്മെന്റ് അല്ല, മറിച്ച് നമ്മളെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ വേണ്ടി വാങ്ങിച്ച ഒരു ലീഗൽ ഒപ്പീനിയന്റെ മുകളിൽ കൊടുത്ത പേയ്മെന്റാണ്. അപ്പൊ നമ്മളെ ബാങ്കിൽ നിന്ന് കൊടുക്കുന്ന ഒരു സർവീസിന്റെ ഭാഗമായ ഒരു ടാക്സിന്റെ ടാക്സ് എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ആ ടാക്സ് എമൗണ്ടിന്റെ കുറിച്ച് ബോധേഡാവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഇല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് അത് ടാക്സബിൾ എമൗണ്ട് ആവാം എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ GST ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഓഡിറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് അവർ പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഓഡിറ്റ് കോസ്റ്റ് അടയ്ക്കുന്നുണ്ടല്ലോ, ഓഡിറ്റ് കോസ്റ്റ് അതുപോലെ ഓഫീസർ കോസ്റ്റ്, അത് RCM അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യാറില്ലായിരുന്നു, അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും അല്ലേ? അതെ, RCM അടക്കേണ്ടി വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓഡിറ്റേഴ്സ് രജിസ്റ്റേർഡ് ഫേമുകളല്ല, അവര് റെഗുലർ ഡീലേഴ്സ് അല്ല. അതുകൊണ്ട് ഗവൺമെന്റിനായതുകൊണ്ടാണ് സംശയം വന്നത്. ഗവൺമെന്റിലേക്ക് അടച്ചു കൊടുക്കുന്നത് ഗവൺമെന്റ് അടയ്ക്കുന്നത് അതില് ഒരു വലിയ ചർച്ചയുടെ ഒരു മേഖലയാണത്. അതിലിപ്പോ കേസുകളും കാര്യങ്ങളും അല്ലെങ്കിൽ പല രീതിയിലുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ആസ്പെക്ട്സിൽ അതിനെ കാണുന്നുണ്ട്. ഒന്ന്, ഗവൺമെന്റിന്റെ സർവീസ് ആയതുകൊണ്ട് അതിന് ടാക്സ് കൊടുക്കണോ? കാരണം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്നു, ഗവൺമെന്റിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ ഗവൺമെന്റിന്റെ ഓഡിറ്റ് നടക്കുമ്പോൾ അതിന്റെ മുകളിൽ എങ്ങനെ ടാക്സ് ഈടാക്കാൻ കഴിയും എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അതേ സമയത്ത് GST ഡിപ്പാർട്ട്മെന്റ് ആർഗ്യുമെന്റ് ആണ് ഞാൻ ഈ പറയുന്നത്. അത് നമ്മളെ സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ ഇത് RCM വരില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ സൈഡ്. പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് അവർ ചിന്തിക്കുന്നത് ഇതൊരു സോവറിംഗ് സർവീസ് അല്ല. സോവറിംഗ് സർവീസ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. പോലീസിൽ നിന്ന് കിട്ടുന്ന സർവീസ്, അതേപോലെ തന്നെ നമുക്ക് പിന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന സർവീസ്, പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന സർവീസ്, പഞ്ചായത്ത് സെക്രട്ടറി തരുന്ന സർവീസ്. കാരണം ഇതിനൊന്നും എന്തില്ല, ഈ സർവീസിനൊന്നും ടാക്സ് ഇല്ല. കാരണം ഇത് ഭരണഘടനാപരമായി ഒരു പൗരന് ലഭിക്കേണ്ട മിനിമം ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള സർവീസുകളാണ്. ആ എസെൻഷ്യൽ ആയിട്ട് ഒരു പൗരന് ഭരണഘടനാപരമായി കിട്ടേണ്ട, കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് കിട്ടേണ്ട സർവീസുകൾക്ക് ടാക്സ് ഇല്ല. GST ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ പറയുന്നു, നിങ്ങളുടെ സർവീസ്, നിങ്ങളുടെ ഓഡിറ്റേഴ്സിന്റെ സർവീസ്, ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സിന്റെ സർവീസ് സോവറിംഗ് സർവീസിന്റെ അണ്ടറിൽ വരുന്നില്ല. അവരുടെ സർവീസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഗവൺമെന്റിലേക്ക് കോസ്റ്റ് അടക്കുന്നു. അവർ പ്രൊഫഷണൽ ആയിട്ടുള്ള എന്താ പറയുക സർവീസാണ് തരുന്നത്. മാത്രമല്ല അവരുടെ സാലറി എന്ന് പറയുന്ന ഹെഡിലേക്ക് ഇത് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം സാലറി ആവണമെങ്കിൽ അവർ നിങ്ങളുടെ ഡയറക്റ്റ് സ്റ്റാഫ് ആവണം. നിങ്ങളുടെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ അവരുടെ ഡീറ്റെയിൽസ് വേണം. നിങ്ങളുടെ കയ്യിൽ അവരുടെ സർവീസ് ബുക്ക് വേണം. ഇങ്ങനെയുള്ള ന്യായങ്ങൾ നിരത്തിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, RCM വഴി ഇതിന് ടാക്സബിൾ ആണ് എന്ന് പറയുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഹയർ ലെവലിൽ ചർച്ചകൾ നടന്ന് സോൾവ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് RCM അപ്ലിക്കബിൾ ആണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ആവുന്നുണ്ടല്ലോ അല്ലെ? ക്വസ്റ്റ്യൻ ആൻസർ തന്നെയാണല്ലോ അല്ലെ? ഹലോ സാർ, നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ റെന്റിന് RCM കണക്കാക്കുന്നത്, അതുപോലെ ലീഗൽ ഫീക്ക് നമ്മൾ ഒരു വക്കീലിന് ഫീസ് അങ്ങോട്ട് പേയ്മെന്റ് കൊടുക്കുമ്പോൾ അത് RCM കൊണ്ടുവരണം. അതേപോലെ പ്രോപ്പർട്ടി ഇൻസ്പെക്ഷൻ ഫീ നമ്മളെ ഡയറക്ടേഴ്സിനൊക്കെ കൊടുക്കുന്നില്ല, അപ്പൊ അതിനും കൊടുക്കേണ്ടി വരുമോ? ഏതായിരുന്നു? ക്ലിയർ ആയില്ല, ലാസ്റ്റ് പറഞ്ഞ മനസ്സിലായില്ല. പ്രോപ്പർട്ടി ഇൻസ്പെക്ഷൻ ഫീ ഉണ്ടല്ലോ നമ്മള്. ഈ ലോണിന്റെ വാല്യൂഷനുമായി ബന്ധപ്പെട്ടോ? അതെ. അത് നമ്മള് ഡയറക്ടേഴ്സിന് ഫീ കൊടുക്കും, അല്ലെങ്കിൽ അതിന് പോകുന്ന ആൾക്ക് ഫീ കൊടുക്കല്ലോ. അതിന് നമ്മൾ ഈ RCM കാണിക്കേണ്ടി വരും. രണ്ട് ഫോൺ ഓൺ ആണെങ്കിൽ ഒന്ന് ഓഫ് ആക്കാം. അത് ഞാൻ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. അത് അതിന്റെ ട്രാൻസാക്ഷന്റെ സ്വഭാവം മനസ്സിലാക്കേണ്ടതുണ്ട്.
ഒന്ന് ഒന്ന് മ്യൂട്ട് ചെയ്യോ അതിന്റെ വേറെ ആരെങ്കിലും ഓണാക്കിയിട്ടുണ്ടെങ്കിൽ. അവിടെ എന്താണെന്നറിയോ, ഈ ഡയറക്ടറുടെ ഫീ എന്ന് പറയുന്നത് ഡയറക്ടറുടെ സിറ്റിംഗ് ഫീസ് ഉണ്ട് അവിടെ, ഡയറക്ടർക്ക് കൊടുക്കുന്ന മറ്റുള്ള ഓണററി ഉണ്ട്. അതിന്റെ മുകളിലൊക്കെ ഈ സംഭവങ്ങൾ വരുന്നില്ലെങ്കിൽ ഇതിന് ബാധകമാവുമെന്ന് സംശയിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ഡയറക്ടറിന്റെ സിറ്റിംഗ് ഫീസ് പോലെ തന്നെയാണ് ഡയറക്ടർ ഒരു വാല്യുവേഷന് പോയിട്ട് വാങ്ങുന്ന എമൗണ്ട്. കാരണം ഡയറക്ടർ എന്നുള്ള ആ ഒരു സ്റ്റാറ്റസിൽ, ആ ഒരു പൊസിഷനിലാണ് അയാൾ വാങ്ങിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഡയറക്ടറുടെ മറ്റു സർവീസുകൾക്ക് GST അപ്ലിക്കബിൾ ആണോ എങ്കിൽ ഇതായിരിക്കും, അല്ലെങ്കിൽ ആവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പിന്നെ ആ കാര്യവും എനിക്കൊന്ന് നോട്ട് ചെയ്യേണ്ടതുണ്ട്. അതൊരു റയർ കേസാണ്. അപ്പോൾ പിന്നെ അതും ഒരു അസംഷനിൽ പറയുന്നതിൽ അർത്ഥമല്ലല്ലോ. ഞാൻ വെറുതെ എന്താ പറയുക, ഒരു അസംഷൻ വെച്ചിട്ട് പറയുന്നതിന്റെ അർത്ഥമല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ സമ്മറൈസ് ചെയ്യുന്നു. ഒരു സിറ്റിംഗ് ഫീയുടെ മുകളിൽ നമുക്ക് GST വരുന്നുണ്ടോ? ഡയറക്ടറുടെ സിറ്റിംഗ് ഫീ ഇല്ല. അപ്പൊ ആ ഡയറക്ടറുടെ ഒരു ഒരു ഡെസിഗ്നേഷൻ വെച്ചിട്ടല്ലേ അയാൾ സിറ്റിംഗ് ഫീസ് വാങ്ങിക്കുന്നത്? അതേ ഡെസിഗ്നേഷൻ വെച്ചിട്ട് തന്നെയാണോ അയാൾ ഈ പറയുന്ന പിന്നെ വാല്യുവേഷൻ ഫീ വാങ്ങിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ആണെങ്കിൽ പ്രോപ്പർട്ടിക്ക് നമ്മൾ കസ്റ്റമറെ അടുത്ത് നിന്ന് വാങ്ങിക്കുമല്ലോ. അല്ല, ഇത് കസ്റ്റമറേക്ക് വാങ്ങിയിട്ട് ഡയറക്ടർക്ക് കൊടുക്കണേ. അതെ അതെ. ഇത് സ്ഥാപനം കൊടുക്കുന്ന സർവീസ് എന്നുള്ള രീതിയിലാണോ ചോദിക്കുന്നത്? സ്ഥാപനം കൊടുക്കുന്ന സർവീസ് അല്ല, സ്ഥാപനമല്ല. നമ്മള് പ്രോപ്പർട്ടി വാല്യുവേഷൻ പോയാല് കസ്റ്റമറെ അടുത്ത് നിന്ന് ഫീ ഈടാക്കും, അത് ഡയറക്ടർക്ക് കൊടുക്കും. അതെ, ഇവിടെയാണ് നമ്മുടെ ക്ലാരിറ്റി കുറവും. കസ്റ്റമറൊക്കെ ഡയറക്റ്റ് കൊടുക്കുന്നു മീൻസ് കസ്റ്റമർ അടുത്ത് നിന്ന് നമ്മൾ സ്ഥാപനാണ് ഡയറക്റ്റ് ആയിട്ട് ആ സാധനം വാങ്ങിക്കുക. ഇത് SCBയുടെ ഇൻകായിട്ടാണ് ആ ഒരു വാല്യുവേഷൻ ഫീ വരുന്നെങ്കിൽ അവിടെ ഒരു സംശയത്തിന് വകുപ്പേ അല്ല, അത് GSTയുടെ അണ്ടറിൽ വന്നു. ഇൻകമായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, GSTയുടെ അണ്ടറിൽ വന്നു. കാരണം അത് SCBയുടെ സർവീസ് ആയിട്ട് മാറി. ഇത് SCB ഇവിടെ ഒരു ഇന്റർമീഡിയറി ആയിട്ട് ജസ്റ്റ് ആളേക്ക് വാങ്ങിച്ച് മറ്റേക്ക് കൊടുക്കുന്നു. അപ്പൊ അതെങ്ങനെ വരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ വേണം. മറിച്ച് ഇതേ ഒരു 60 രൂപ കൊടുത്തിട്ട് നമ്മളൊരു കുടിവെള്ളം വാങ്ങുന്നു, അത് GST ബില്ലല്ല, അത് RC ബില്ല് അടയ്ക്കണം നമ്മള്? ഇല്ലില്ല, അത് പിന്നെ ഈ 0% പറഞ്ഞില്ലേ, ആ 0% വരും ഈ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ. ഓക്കെ, അതുപോലല്ല ഇനിയിപ്പോ സ്റ്റേഷനറി ആണെങ്കിലും GST അല്ലെങ്കിൽ അടയ്ക്കണം അല്ലേ? ചെറിയ എമൗണ്ട് ആണെങ്കിലും അടയ്ക്കണം. ചെറിയ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് നെഗ്ലിജിബിൾ എമൗണ്ട് മെറ്റീരിയലിറ്റിയുടെ ഭാഗമായിട്ട് വരില്ലെങ്കിൽ അത് അങ്ങനെ പോവും. നമ്മൾ നമ്മുടെ അക്കൗണ്ട്സിനെ ബാധിക്കുന്ന മെറ്റീരിയാലിറ്റി അതിലുണ്ടെങ്കിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഒരു 50 രൂപയുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഒരു പക്ഷെ അതിന്മേൽ GST ബില്ല് വേണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ നിർവാഹമില്ല, അത് നടക്കില്ല. ആ രീതിയിലാണ് നിങ്ങൾ ചോദ്യം ചോദിച്ചത് എങ്കിൽ കേട്ടോ, ഞാൻ പറയുന്ന ആൻസർ സ്പെസിഫിക് ആണോ എനിക്ക് അറിയില്ല. അതന്നെയാണോ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ? അതെ, അതന്നെ ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പൊ അതിന് ഒരു മെറ്റീരിയാലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് നമുക്ക്. അതായത് എത്രത്തോളം ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മുടെ അക്കൗണ്ട്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻസിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയെ അല്ലെങ്കിൽ നമ്മുടെ ടാക്സിന്റെ എന്നെ ബാധിക്കുന്നു. അതൊരു നെഗ്ലിജിബിൾ സാധനമാണെങ്കിൽ അത് എത്രത്തോളം വലിയ പ്രശ്നമല്ല. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയുന്നു, ഇൻ കേസ് ഏതെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിന്റെ ഒരു ഫീസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലീഗൽ പിന്നെ സൈഡിൽ കൊടുക്കേണ്ട ഒരു ഫീസോ അതൊരു പക്ഷേ നമുക്ക് ഈ RCM വഴിയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ സാധാരണ ഓപ്ഷൻ വഴിയും ഇൻപുട്ട് ഔട്ട്പുട്ട് സെറ്റ് ഓഫ് വഴിയോ എങ്ങാനും മിസ്സായി തന്നെ വിചാരിച്ചോ. ആക്ച്വലി അത് ഒരു ടാക്സബിൾ എമൗണ്ട് ആയിരുന്നു, പക്ഷെ നമ്മൾ ടാക്സ് കൊടുക്കാൻ വിട്ടുപോയി എന്ന് വിചാരിക്കാം. എന്നാലും നമുക്ക് വരാവുന്ന ഒരു ഒരു പിന്നെ കോൺസിക്വൻസസിന് ഒരു പരിധിയുണ്ട്. അത് അതിന്റെ മുകളിൽ വരാവുന്ന കോൺസിക്വൻസസേ ഉള്ളൂ. അത് നമുക്ക് താങ്ങാവുന്നതായിരിക്കും. അത് സാധാരണ ഒരു നോർമൽ ബിസിനസ്സിൽ സംഭവിക്കാവുന്ന എററുകളുടെ ഭാഗമാണ്. നോർമലി നമുക്കത് അറിയില്ലായിരുന്നു, അതൊരു ടാക്സബിൾ ഇൻകാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് അത് നമ്മൾ വിട്ടുപോയി. മറിച്ച് അതിനപ്പുറത്തേക്ക് മറ്റെല്ലാം നമ്മൾ അറിയുന്ന ടാക്സബിൾ ഇൻകം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്, നമുക്കൊരു ഡിഫെൻസീവ് മെക്കാനിസം ആണത്. സാർ ഇതെല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ട് സാർ, ഇത് മാത്രം ഞങ്ങൾക്ക് എടുക്കാത്തത്, ഞങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നു സാർ എന്ന് നമുക്ക് പറയാം. മീൻസ് നമുക്ക് ഡിഫെൻസീവ് മെക്കാനിസം അപ്ലിക്കേഷൻ വരെ എക്സംപ്റ്റഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ഡയറക്ഷൻ ഉണ്ടോ? പർച്ചേസിന് ഒരു എക്സംപ്ഷൻ ഉണ്ടോ ഈ RCM അടയ്ക്കുന്നതിന്? 50,000 അങ്ങനെ ഒരു എമൗണ്ട് വല്ലതും ഉണ്ടോ? 50,000 E-way ബില്ലും വേണം. അങ്ങനെ 50,000 മുകളിലേക്ക് E-way ബില്ല് എടുത്തോളണം എന്നാണ്. E-way ബില്ല് 50,000 മുകളിലേക്ക് എടുത്തോളണം. അത് ഇലക്ട്രോണിക് ബില്ലൊക്കെ അത് ശ്രദ്ധിക്കുക. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ, നമുക്കൊരു വളം ഡിപ്പോയോ
അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് പക്ഷെ അത് ബിസിനസ്. സെയിം GST രജിസ്ട്രേഷൻ അല്ലേ വരും? അതിന് വേറെ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുമോ നമുക്ക്? GST അത് രണ്ട് രീതിയിലുണ്ട് നമുക്ക്. പിന്നെന്താ പറയാ, പിന്നെ ഹോറിസോണ്ടലും ഉണ്ട്, വെർട്ടിക്കലും ഉണ്ട്. നമുക്ക് രണ്ടും അപ്ലൈ ചെയ്യാം. നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരേ GST നമ്പറുമേ നമുക്ക് രണ്ടെണ്ണം ചെയ്യണമെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ വേറെ സെപ്പറേറ്റ് ഒരു പാൻ കാർഡുമ്പോൾ തന്നെ 2 GST നമ്പർ എടുക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല. പക്ഷെ എടുക്കുമ്പോൾ നമ്മൾ ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ ആണ് ശരിക്കും. അതായത് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ആണോ, കോമ്പോസിറ്റ് സ്കീം ആണോ, അല്ലെങ്കിൽ RCM മെക്കാനിസം ആണോ, ഏതാണോ നമുക്ക് ഇത് കൂടുതൽ ഈ സാധനങ്ങളിൽ വരുന്നത് നോക്കുക. നമുക്ക് ഏത് രീതിയിലുള്ള GST രജിസ്ട്രേഷൻ എടുത്താലാണ് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ ടാക്സ് അവോയ്ഡൻസ് വരിക, മീൻസ് മിനിമം ടാക്സ് കൊടുക്കേണ്ടി വരിക. അങ്ങനെ ഒരു പഠനം നടത്തിയതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഏത് സ്കീമായിരിക്കും നന്നാവുക എന്ന് പഠിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. അത് നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു എക്സ്പെർട്ടിന്റെ സഹായത്തോടെ നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. ഇത്തരം ഒരു ബിസിനസ് ഞങ്ങളുടെ ബാങ്കിങ് ബിസിനസ്സുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ടാക്സ് ബർഡൻ കൂടുമായിരിക്കുമോ കുറയായിരിക്കുമോ, അതായത് സെപ്പറേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഞങ്ങൾക്ക് ടാക്സ് ബർഡൻ കുറയുന്നത് എന്നൊരു പഠനത്തിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഹോറിസോണ്ടൽ ആണോ വെർട്ടിക്കൽ ആണോ, അല്ലെങ്കിൽ നമുക്കത് ഒരു ഒറ്റ GST നമ്പറുമ്പോൾ തന്നെ രണ്ടും ചെയ്യണോ, അതോ സെപ്പറേറ്റ് GST രജിസ്ട്രേഷൻ എടുക്കാതിരിക്കുമോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. കാരണം അത് നമ്മളൊരു മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒരു ഭാഗം കൂടിയാണ്. കാരണം ഈ 50% ഓപ്ഷനൊക്കെ എടുക്കുമ്പോഴേ നമുക്ക് വലിയൊരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെൻസിലേക്ക് വെറുതെ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ആ സമയത്ത് നമുക്ക് നമ്മളെ ബാങ്കിങ് ബിസിനസിന്റെ ഭാഗമായിട്ട് ബാങ്കിങ് ബിസിനസ്സിലേക്ക് തന്നെ ഈ സാധനം കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒറിജിനൽ ഇൻപുട്ട് ഔട്ട്പുട്ട് സെറ്റ് ഓഫിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ഒരു പക്ഷെ നമുക്ക് അതായിരിക്കും ലാഭം വരിക. മനസ്സിലായോ? അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു ചിന്തയാണ് ശരിക്കും അവിടെ വരേണ്ടത്. അല്ലാതെ രണ്ടും വേറെ എടുക്കാൻ പറ്റുമോ, ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതല്ല, മറിച്ച് ഏതായിരിക്കും നമുക്ക് മോസ്റ്റ് ബെനിഫിഷ്യൽ, ആ മോസ്റ്റ് ബെനിഫിഷ്യൽ കൺസെപ്റ്റിലേക്ക് അതിനെ കൊണ്ടുവരികയും അതനുസരിച്ച് നമുക്ക് അതിന്റെ രജിസ്ട്രേഷൻ സ്റ്റൈല് തീരുമാനിക്കുകയും ചെയ്യാൻ പറ്റുന്നു. അതും ഒക്കെ എൻ്റെ ഒരു പെർസെപ്ഷൻ ആണ്. ബാക്കി നമ്മൾ 9 മണിയിലേക്ക് എത്തി. വേറെ ആർക്കും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു സംശയം സാർ, നമ്മുടെ സർക്കിൾ സഹകരണ യൂണിയന് സ്വന്തമായിട്ട് കെട്ടിടമുണ്ട്. അപ്പോൾ അത് വാടകയ്ക്ക് കൊടുക്കുകയാണ്. യൂണിയന് മറ്റു വരുമാനങ്ങളൊന്നും തന്നെ ഇല്ല. അങ്ങനെയാണെങ്കിൽ അതിനെ വാടകയ്ക്ക് GST അടയ്ക്കേണ്ടതുണ്ടോ? സർക്കിൾ സഹകരണ യൂണിയൻ ആണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും ഒക്കെ വാടക ഒരേപോലെ തന്നെയാണ് GSTയിൽ അപ്ലിക്കബിൾ ആവുക. സർക്കിൾ സഹകരണ യൂണിയൻ ആണ് അതിന്റെ ഓണർ എന്നുള്ളത് മാത്രമേ ഇവിടെ വന്നുള്ളൂ, അല്ലെ? വേറെ വ്യത്യാസം ഒന്നും അവിടെ ഇല്ലല്ലോ. അതായത് ഇപ്പൊ എനിക്കൊരു ബിൽഡിംഗ് ഉണ്ട്, സർക്കിൾ സഹകരണ യൂണിയൻ ഒരു ബിൽഡിംഗ് ഉണ്ട്. GSTയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബിൽഡിംഗ് വാടക കൊടുത്താലും സർക്കിൾ സഹകരണ യൂണിയൻ ബിൽഡിംഗ് വാടക കൊടുത്താലും അവിടെ വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സപ്ലൈ നടന്നു, ഒരു സർവീസ് നടന്നു. ആ സർവീസ് ആര് കൊടുത്താലും അതിന്റെ മുകളിൽ ടാക്സ് RCM വഴി നമ്മൾ അടക്കണം. നമ്മളത് ഇൻപുട്ടിലേക്ക് നമുക്ക് രജിസ്ട്രേഷൻ വേണം. അവർക്ക് വേണമെന്നില്ല, അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ അടക്കുന്നത്. ഇല്ല, അത് കുഴപ്പമില്ല. കാരണം RCM വഴി കൊടുക്കാന്ന് പറഞ്ഞാൽ തന്നെ അവര് ടാക്സിന്റെ ലാൻഡ്സ്കേപ്പിൽ വരുന്നേ ഇല്ല എന്നാണ് മീനിങ്. മനസ്സിലായില്ലേ? ഇപ്പൊ എന്റെ ബിൽഡിങ്ങിലാണ് നിങ്ങളെ ബാങ്ക് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ ടാക്സ് കളക്ട് ചെയ്യുന്ന, മറിച്ച് ഞാൻ കളക്ട് ചെയ്യേണ്ട ടാക്സ് നിങ്ങൾ തന്നെ നേരിട്ട് അടക്കുകയാണ്. അതിന്റെ അർത്ഥം ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, അത് GSTയുടെ ലാൻഡ്സ്കേപ്പിൽ വരുന്നേ ഇല്ല. ഞാൻ ആ GSTയുടെ ഒരു ഏരിയയിലും എന്നെ കാണുന്നില്ല. അല്ല, എനിക്ക് വേറെ ഇൻകം ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നല്ല. ഗോൾഡ് ഓപ്ഷന് എത്ര പെർസെന്റേജ് ആണ് ഇപ്പോ? ഗോൾഡ് ഓപ്ഷന് സെയിലിന്റെ പെർസെന്റേജ് തന്നെയാണെന്ന് തോന്നുന്നത്. നിങ്ങൾ ഈ ലാസ്റ്റ് സ്ലൈഡിൽ ഒരു നമ്പർ ഉണ്ട്, ഇത് കാണുന്നുണ്ടോ? 4% തോന്നുന്നു. അതാണ് ഗോൾഡ് ഓപ്ഷന് 3% ആണ് എന്റെ വിശ്വാസം. 3% ആണ് സർ. ഗോൾഡ് ഓപ്ഷൻ ചെയ്താൽ 3% ടാക്സ്. 3% ആണ് ടാക്സ്. ഗോൾഡ് 3% ആണ്. നമ്മൾ ജ്വല്ലറിന് 1.5 + 1.5 ആണ്. സോറി, അതാണ് അതന്നെ മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റില്ല. സെയിൽ ഓപ്ഷനെ സെയിൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ അന്ന് പറഞ്ഞു, ഞാൻ അറിയാൻ മാറി പറഞ്ഞു ഏതാ 4.
പിന്നെ സെയിലായിട്ടാണ് ഓപ്ഷനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് പിന്നെ HSN കോഡ് ഗോൾഡിന്റെ, അതായത് ഓർണമെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് ഗോൾഡിനെ കൊണ്ടുവരുമ്പോൾ അതിന്റെ HSN കോഡ് എന്ന് പറയുന്നത് കോഡിൽ വരുന്നത് 3%. 1.5 പ്ലസ് 1.5 3 ആണ് വരിക കേട്ടോ. ഒരു സംശയം, നമ്മളിപ്പോ നമ്മുടെ വക്കീലിനെ നമ്മുടെ ബാങ്കിന്റെ ഏതെങ്കിലും കേസുകൾക്കൊക്കെ ഹാജരാകുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലീഗൽ അഡ്വൈസിന് നമ്മൾ വക്കീൽ ഫീ കൊടുക്കുമ്പോഴോ അത് ഈ റെന്റിന്റെ അതേപോലെ നമ്മൾ ടാക്സ് GST അടക്കാൻ നമുക്ക് ബാധകമല്ലേ ഇത്? അത് വക്കീൽ നമുക്ക് തരുന്ന സർവീസാണ്, ആ സർവീസ് അനുസരിച്ച് വേണം. അതായത് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഏത് സർവീസാണോ അവയിൽ ചെയ്യുന്നത് അതിനെല്ലാം ടാക്സ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെയാണ് GSTയുടെ ഡെഫിനിഷനിൽ പറയുന്നത്. പിന്നെ അതിൽ പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്നുള്ള കുറിച്ച് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതിൻ്റെ ഒരു റിയൽ സെൻസിൽ എടുത്തു കഴിഞ്ഞാൽ ഏത് സർവീസ്, അതുകൊണ്ടാണ് ബാർട്ടർ എന്ന് വരെ പറയുന്നത്. ബാർട്ടർ എന്ന് പറഞ്ഞ സംവിധാനം പോലും ശരിക്കും ഇപ്പം ഇല്ല. പക്ഷെ GSTയുടെ സപ്ലൈ പറയുന്നത് ബാർട്ടർ പോലും എന്താണ്, സപ്ലൈയുടെ ഭാഗമാണ്. എക്സ്ചേഞ്ച് സപ്ലൈയുടെ ഭാഗമാണ്. മനസ്സിലായോ? അതെല്ലാം അങ്ങനെ ഒത്തിരി വൈഡ് ഡെഫിനിഷനാണ് GST അവരുടെ സപ്ലൈ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പറയുമ്പോൾ നമ്മളിപ്പോ പല സാധനങ്ങളും ബൈബാക്കിലൊക്കെ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്, ഇത് ബില്ലിൽ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതെല്ലാം അതിനെല്ലാം അത് ആ രീതിയിൽ ബാധിക്കുമല്ലേ? ബാധിക്കും. പക്ഷെ അത് നമ്മൾ മെയിൻ ചെയ്യാറില്ല. ബൈബാക്ക് എന്ന് പറഞ്ഞ സംവിധാനത്തിനെ ശരിക്കും നമുക്കില്ലേ. നമ്മളതിനെ പിന്നെ എന്താണ് അതിൻ്റെ ആ വാല്യൂവിനെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കാണണമല്ലോ. അതായത് ആ ഡിപ്രീസിയേഷൻ കഴിഞ്ഞ് പോയൊരു സാധനത്തെ നമ്മൾ എന്ത് ചെയ്യാണ്, പിന്നെ അതിന് എന്തെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ അതിനെ ബൈബാക്ക് ചെയ്യാതെ അത് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണ്ടിട്ട് പിന്നെ ഒരു എക്സാക്ട് മറ്റൊരു സാധനം പർച്ചേസ് ബില്ലായിട്ട് കൊണ്ടുവരണം. ഇത് നമ്മളെ അവർ സൗകര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബാറ്ററി പുതിയത് വാങ്ങുമ്പോൾ 5000 രൂപയുടെ പുതിയ ബാറ്ററി വാങ്ങുന്നു, 1000 രൂപ പഴയ ബാറ്ററിക്ക് തരാമെന്നും പറയുന്നു. അപ്പൊ നമ്മൾ 4000 രൂപ അടക്കുന്നു. ശരിക്കും അങ്ങനെ ഒരു ട്രാൻസാക്ഷനേ ഇല്ല. ഈ എനിക്ക് ഡൗട്ട്, ഹലോ, ബൈബാക്കിൽ കിട്ടുന്ന എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. സാറേ എനിക്കൊരു ഡൗട്ട്. നമ്മളിപ്പോ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടിന് നമ്മള് പൈസ കൊടുക്കുന്നുണ്ടല്ലോ നമ്മുടെ ബാങ്കുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഓൾറെഡി നമ്മൾ TDS നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ? TDS അത് ഇൻകം ടാക്സിന്റെ അല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോ അവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ, പൈസ കൊടുക്കുന്നില്ലേ? നമുക്ക് അപ്പൊ അതിന് നമുക്ക് ഈ GST ബന്ധപ്പെട്ട് വരുന്നുണ്ടോ? GST സപ്ലൈയുടെ മുകളിലേ വരുന്നുള്ളൂ. സപ്ലൈ മീൻസ് ഏതെങ്കിലും സർവീസുകളോ അല്ലെങ്കിൽ പ്രൊഡക്ട്സുകളോ നമ്മൾ അവൈൽ ചെയ്യുകയോ നമ്മൾ സെയിൽ ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ. പക്ഷെ നമുക്ക് തരുന്നതല്ലേ സർവീസ്. TDS അല്ല, സർവീസിന്റെ മുകളിൽ ഇപ്പൊ എന്താ പറയാ, നമ്മുടെ പിന്നെ ലീഗൽ ഒപ്പീനിയൻ തരുമ്പോ വക്കീലിന് കൊടുക്കുന്ന പോലെ തന്നെ CAന്റെ പിന്നെ അഡ്വൈസുകൾക്ക് അല്ലെങ്കിൽ CAന്റെ സർവീസുകൾക്ക് GST ബാധകമാണ്. അത് വേറൊരു സാധനം. ഞാൻ അങ്ങനെ അത് നമ്മൾ ചെയ്യണം അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ അതിൽ GST പേ ചെയ്യണം. സാറേ അത് ഫോർവേഡ് ചാർജിലാണ്. ഫോർവേഡ് ചാർജ്. യെസ്. ഒരു പോയിന്റ് ഒന്ന് ആഡ് ചെയ്തോട്ടെ ചോദ്യത്തില്. എന്താണ് സാറേ, ഈ ലീഗൽ സർവീസ് എന്ന് പറയുന്നതും ചാർട്ടേഡ് അക്കൗണ്ടിന്റെ സർവീസ് എന്ന് പറയുന്നതും സർവീസ് സൊസൈറ്റി സ്വീകരിക്കും തന്നെയാണ്. GST നിയമപ്രകാരം ചില കാര്യങ്ങൾക്ക് മാത്രമാണ് RCM. അത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ സർവീസിനാണ് RCM എന്നുള്ളത്. അപ്പൊ ലീഗൽ സർവീസിന് കൃത്യമായിട്ട് RCM ആണെന്ന് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് സർവീസ് FCM-ൽ വരുന്നതാണ്. അതിന്റെ നികുതി ചാർട്ടേഡ് അക്കൗണ്ടന്റ് തന്നെ കളക്ട് ചെയ്യും. അത് സൊസൈറ്റി കളക്ട് ചെയ്യേണ്ടതില്ല. അത് RCM-ൽ വരുന്നതല്ല. ചാർട്ടേഡ് അക്കൗണ്ടന്റിന് രജിസ്ട്രേഷൻ ഉണ്ടാവും. അദ്ദേഹം അതിന്റെ നികുതി കളക്ട് ചെയ്തോളും. അത് കളക്ട് ചെയ്യും. അതെ. അപ്പോ പക്ഷെ ലീഗൽ സർവീസ് വക്കീലിന്റെ സർവീസ് ആണെങ്കിൽ
അത് അദ്ദേഹത്തിന് രജിസ്ട്രേഷന്റെ ബാധ്യത വരുന്നില്ല. അവിടെ നമ്മൾ RCM കളക്ട് ചെയ്യണം. സൊസൈറ്റി ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ രജിസ്ട്രേഷൻ സ്റ്റൈലിനെ കണ്ടിട്ടില്ലേ? ABC ആൻഡ് കമ്പനി എന്നൊക്കെ ആയിരിക്കും അവരുടെ പേരിന് കണ്ടിട്ടുള്ളൂ. അത് ഒന്നുകിൽ ഒരു LLP ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫേം ആയിട്ടാണ് അവർ അവരുടെ രജിസ്ട്രേഷൻ എടുക്കുക. അങ്ങനെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അങ്ങനെ രജിസ്ട്രേഷൻ എടുക്കുന്നതോട് കൂടി അവര് ഈ പറയുന്ന പിന്നെന്താ പറയാ കമ്പനി ആക്ട് അനുസരിച്ചോ അല്ലെങ്കിൽ അവർ ഏത് LLP ആക്ട് അനുസരിച്ചോ ഏത് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ എങ്കിൽ ആ രജിസ്ട്രേഷനും അതിന്റെ അണ്ടറിൽ വരുന്ന GST രജിസ്ട്രേഷനും അടക്കം എല്ലാം അവർ ഫോളോ ചെയ്തിട്ടുണ്ടാവും. ചാർട്ടേഡ് അക്കൗണ്ട് അതേ സമയത്ത് ഒരു വക്കീൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം വക്കീലിന് അങ്ങനെ വളരെ റെയർ ആയിട്ടേ വക്കീലന്മാർ കമ്പനികൾ ഫോം ചെയ്തിട്ട് അസോസിയേറ്റ്സ് ഫോം ചെയ്ത് ചെയ്യാറുള്ളൂ. അങ്ങനത്തെ അസോസിയേഷൻ സർവീസ് പലപ്പോഴും നമ്മൾ വാങ്ങിക്കാറുമില്ല. അതുകൊണ്ട് സർവീസ് ഇത്തരം കേസിൽ നമ്മളെ സംബന്ധിച്ചുള്ള RCM വരും. അതായത് ഈ അക്കൗണ്ടന്റ് CA മാത്രമല്ല, ഈ കമ്പനി സെക്രട്ടറി അടക്കം അവർക്കൊന്നും ഈ പറയുന്ന ഇഷ്യൂസ് വരില്ല. കാരണം അവരൊക്കെ രജിസ്റ്റേർഡ് ഫേമുകളാണ്, അവർ വ്യക്തികളല്ല, രജിസ്റ്റേർഡ് ഫേമുകളാണ്. സാറ് സെൻട്രൽ ഗവൺമെന്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊരു കത്ത് വന്നിട്ടുണ്ട് സാറ്. പിന്നെ 2018-19 മുതലുള്ള ഒരു GST ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ട്രിവാൻഡ്രത്ത് ജനുവരി 30 ചെല്ലണമെന്ന് പറഞ്ഞ് കുറെ ഡീറ്റെയിലുമായിട്ട് ചെല്ലണം. അതിന് എന്താ സാറ് ചെയ്യണ്ടേ? അവര് പറഞ്ഞ ഡീറ്റെയിൽസ് നിങ്ങളെ കയ്യിൽ കൃത്യമായിട്ട് ഉണ്ടാവുമല്ലോ അല്ലെ? അത് ഒറ്റൊന്ന് പോവുക, അവരെന്താ പറയുന്നത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കൊടുത്ത ഫയലുകളും ഡീറ്റെയിൽസും എല്ലാം നമ്മളെ കയ്യിൽ കൃത്യമായിട്ട് അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ഇപ്പൊ തന്നെ എന്താ പറയാ പിന്നെ വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. കാരണം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവർ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് എടുത്തു കൊടുക്കാൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. മറിച്ച് അവർ നിങ്ങളെ സ്റ്റോക്ക് രജിസ്റ്റർ അവിടെ വയ്ക്കുമ്പോൾ അയ്യോ സ്റ്റോക്ക് രജിസ്റ്റർ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, നിങ്ങളുടെ രജിസ്റ്റർ പിന്നെ സെയിൽസ് ബില്ല് ബുക്ക് എവിടെ, സെയിൽസ് ബില്ലുകൾ എവിടെ, സെയിൽസ് ബില്ലൊന്നും കാണുന്നില്ല, അങ്ങനെ പറയുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് പിന്നീട് തരണം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഡോക്യുമെന്റ്സുകളെല്ലാം കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് വെക്കുകയും അത് അവരുടെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നീട് അതിന്റെ മുകളിൽ അവർക്കൊരു ഓഡിറ്റ് ഉണ്ടാവുകയും ആ ഓഡിറ്റിന്റെ റിസൾട്ടിന്റെ ഫലമായി അവർ ചിലപ്പോൾ ഒരു എമൗണ്ട് നമ്മോട് ഇന്ന എത്ര എമൗണ്ട് നിങ്ങൾ അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യും. പക്ഷെ അവിടെ നമുക്ക് അപ്പീലിനുള്ള സ്കോപ്പ് ഉണ്ട്. ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അപ്പൊ ഈ രീതിയിൽ ഞങ്ങളുടെ ഒരു ആർഗ്യുമെന്റ് നമുക്ക് അങ്ങോട്ടും വെക്കാൻ കഴിയും. പിന്നെ നമ്മൾ തമ്മിൽ ആ നെഗോസിയേഷന്റെ റിസൾട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതൊരു പ്രോസസ്സിലൂടെ പോകുന്നതാണ്, കുറച്ച് സമയം എടുക്കും അത്. അല്ലാതെ നിങ്ങൾ ഒരു പോക്കിലൊന്നും ചിലപ്പോൾ നടന്നോളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ എപ്പോഴും നമുക്ക് എന്ത് കാര്യം പറയണമെന്നുണ്ടെങ്കിലും നമുക്കൊരു നെഗോസിയേഷൻ അടക്കം അവരുമായിട്ടൊന്ന് ഇരിക്കണം, ഫേസ് ടു ഫേസ് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ ഇരിക്കണമെങ്കിൽ പോലും നമ്മളെ കയ്യിൽ അവർ ചോദിക്കുന്ന ഓരോ ഡോക്യുമെന്റ്സുകളും കൃത്യമായി അതാത് സമയത്ത് അവരുടെ മുമ്പിലേക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ പോകുന്നതിന്റെ മുമ്പോ അല്ലെങ്കിൽ പോയി വന്നതിന് ശേഷമോ അവരോട് കൺസൾട്ട് ചെയ്ത് എന്തെല്ലാം ഡോക്യുമെന്റ്സും പേപ്പേഴ്സും ആണോ അവർക്ക് വേണ്ടതെങ്കിൽ അതെല്ലാം കൃത്യമായി ഫയൽ ചെയ്ത് വെക്കുക. പിന്നീട് അവർ എന്തൊക്കെ രീതിയിലാണോ ഇൻസ്പെക്ഷനും കാര്യങ്ങളും നടത്തുന്നതെങ്കിൽ അതിന്റെ സ്റ്റെപ്പുകൾ നോക്കിയിട്ട് അല്ലെങ്കിൽ അതിന്റെ എഫക്ട്സുകൾ വെച്ചിട്ട് വേണം നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ. ഇപ്പൊ നമുക്കൊന്നും പറയാൻ കഴിയില്ല, കാരണം അവർ എന്തിനാ വിളിപ്പിച്ച്, എന്താ പറയുക, ഏത് ഏരിയയാണ് അവർക്ക് സസ്പെക്ട്സ് ഉള്ളത്, എങ്ങനെയാണ് അവരെന്റെ പിന്നെ ഓഡിറ്റ് നടത്തിയിട്ട് ഒരു ഫൈനൽ ഫിഗറിലേക്ക് എത്തുന്നത്, അതിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു സമയത്ത് നമുക്ക് പരിമിതികളുണ്ട് പറയാൻ. ഇപ്പൊ നിങ്ങൾക്ക് ആകെ എത്ര പറഞ്ഞുതരാൻ പറ്റുള്ളൂ, ഡോക്യുമെന്റ്സുകളും പേപ്പേഴ്സും ലെഡ്ജേഴ്സും പെർഫെക്റ്റ് ആക്കുക, അപ്ഡേറ്റ് ചെയ്യുക. ബാക്കി പിന്നെ അവർ ചോദിക്കുന്നതനുസരിച്ച് ബാക്കി നമ്മൾ ചെയ്യാം. അതിപ്പോ സാറ് നമ്മൾ കൺസൾട്ടന്റിനെ വല്ലതും കൂടെ കൊണ്ടുപോകേണ്ടതുണ്ടോ? അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള താല്പര്യത്തിന് പോലെ ചെയ്യാം. അത് നമുക്ക് നിങ്ങൾ പിന്നെ സാധാരണ ഇപ്പൊ നമ്മൾ പിന്നെ ഇൻകം ടാക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പലപ്പോഴും സ്ഥാപനങ്ങൾക്ക് വേണമെങ്കിൽ CA അതോറൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞേക്കാനുള്ള രീതിയൊക്കെ അവർ ഫോളോ ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആ ബോർഡിന് വേണമെങ്കിൽ ഒരു CA അതോറൈസ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് പിന്നെ അതെന്താ അത് ഈ ഓഡിറ്റ് ഒബ്ജക്ഷനോ മറ്റോ വരുമോ, അല്ലെങ്കിൽ അതൊരു വേറൊരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമോ എന്നുള്ളതൊക്കെയാണ് ഇതിന് ബുദ്ധിമുട്ട് വരുന്നത്. അതൊരു വലിയ ഫിഗർ ഒന്നും അല്ലാതെ നമുക്ക് വലിയൊരു എക്സ്പെൻസ് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ അത് ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങളെ ഇന്റേണൽ മാനേജ്മെന്റിന്റെ ഭാഗമാണ്. ബോർഡിന്റെയും നിങ്ങളുടെ ചീഫ് എക്സിക്യൂട്ടീവിന്റെ ഒക്കെ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഭാഗമാണ് അത്, ഏത് രീതിയിൽ അതിനെ മാനേജ് ചെയ്യുന്നത്. അവിടെ ഒരു ഇല്ലീഗലായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ആക്ടിനോ റൂളിനോ വയലേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സാധനം ഇല്ലാതെ ഇരുന്നാൽ മതി. മനസ്സിലായല്ലോ? നമ്മൾ ഇതുമായിട്ട് എന്തെങ്കിലും കൺസൾട്ട് ചെയ്യേണ്ടത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന കൺസൾട്ടന്റിനോടാണോ അതോ ഫയലിംഗ് മന്ത്ലി ചെയ്യുന്ന ആളുമായിട്ടാണോ? ഈ രണ്ട് ആളുകൾ ചെയ്യാറുണ്ട്. GST കൺസൾട്ടന്റ് എന്ന് പറഞ്ഞിട്ട് GST കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ടീമുകളുണ്ട്.
ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ GSTയും ഇൻകം ടാക്സും കമ്പനി രജിസ്ട്രേഷനും അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അവർക്ക് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചാർട്ടേഡ് അക്കൗണ്ടന്റും കമ്പനി സെക്രട്ടറിമാർക്കും കുറച്ചുകൂടിയും ഏരിയ ഉണ്ട്, അവർക്ക് സ്കോപ്പ് ഓഫ് ബിസിനസ് കൂടുതലാണ് അവർക്ക്. അപ്പോൾ നിങ്ങൾ പിന്നെ എന്താ പറയുക, എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉള്ള, ഇൻ കേസ് നിങ്ങൾ ഒരു കൺസൾട്ടന്റിനെ കാണുകയാണെങ്കിൽ തന്നെ അതൊരു നല്ല കൺസൾട്ടന്റ് ആവുക എന്നുള്ളതാണ് അത്യാവശ്യം. ഇത്തരം കാര്യങ്ങൾ അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ കുറെ സ്ഥാപനങ്ങളുടെ പിന്നെ റിട്ടേൺ ഫയൽ ചെയ്ത് പരിചയമുള്ള ഒരാളെ അല്ല, മറിച്ച് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയോ അല്ലെങ്കിൽ GST കൺസൾട്ടന്റിനെയോ പോയി കാണുകയാണെങ്കിൽ അതിലൊരു ക്ലാരിറ്റി, ഒരു സൊല്യൂഷനും അയാൾ ചെയ്തു തരും. മറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു കൺസൾട്ടന്റിനെ കാണുമ്പോൾ ചിലപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം കുറെ എന്താ പറയാ നിൽ ഫയലുകൾ സെറ്റ് ചെയ്യുന്ന കുറെ ടീമുണ്ട്. അതായത് ഒരു വലിയ ട്രാൻസാക്ഷൻ ഒന്നും ഇല്ലാതെ വെറുതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 20 ലക്ഷത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്താ പറയാ ടാക്സ് കൊടുക്കുക, അല്ലെങ്കിൽ പേയബിൾ ഇല്ലെങ്കിലും മാസം മാസം അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അപ്ഡേറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന കുറെ ടീമുകളുണ്ട്. അവർക്കൊരു 500 1000 മാസം മാസം കൊടുത്താൽ മതി, അത് അങ്ങനെ ചെയ്തെന്നോളും. പക്ഷെ അങ്ങനത്തെ ടീമുകൾക്ക് ഒരു പക്ഷെ ഇങ്ങനത്തെ ഏരിയകളിൽ നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ തരാൻ ചിലപ്പോൾ പ്രയാസങ്ങളുണ്ടാവും. അപ്പൊ നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ തഴക്കവും പഴക്കവും ചെന്ന ടീമുകൾ ഉണ്ടാവുമല്ലോ, ഇത്തരം കേസുകളും മറ്റും കണ്ടു പരിചയമുണ്ട്. ആരുടെയും ഒരു നമ്പർ ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണ, ഈ ഏരിയ പരിചയമില്ല. ഞാനിങ്ങ് ഇവിടെയാണ്, മലപ്പുറത്താണ്. സാർ എനിക്കൊരു ഡൗട്ട് സാർ, മിസ്ലേനിയസ് ഇൻകം ഉണ്ടല്ലോ, മിസ്ലേനിയസ് ഇൻകം GSTയിലേക്ക് വരുമോ സാർ? അതുപോലെ MDS കമ്മീഷൻ വരും, GST വരും. മിസ്ലേനിയസ് ഇൻകം എന്ന് പറയുന്ന ഒരു ഹെഡ് അല്ല, നമ്മുടെ സൗകര്യത്തിന്റെ ഒക്കെ ഹെഡാണ്. മിസ്ലേനിയസ് ഇൻകം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സോഴ്സ് നിന്ന് വരുന്ന ഇൻകം ആയിരിക്കും. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളെ മിസ്ലേനിയസ് ഇൻകം എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താ പറയാ പിന്നെ ഈ ലോൺ അപ്ലിക്കേഷന്റെ ഇൻകം ആയിരിക്കും. പക്ഷെ വേറെ സ്ഥലത്ത് മിസ്ലേനിയസ് ഇൻകം എന്ന് പറയുന്നത് ലോക്കറിന്റെ റെന്റ് ആയിരിക്കും. ഈ മിസ്ലേനിയസ് ഇൻകത്തിന് നമുക്ക് ക്ലിയർ കട്ട് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഹെഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ ഹെഡുകളിൽ നിന്ന് എണ്ണം കൂട്ടുന്നതിന് പകരം ചെറിയ ചെറിയ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഇൻകങ്ങളെല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് ഒരു കൺസോളിഡേറ്റഡ് ഹെഡ് ഉണ്ടാക്കും. നമ്മൾ അതർ എക്സ്പെൻസ് എന്നൊക്കെ പറയില്ലേ, അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഹെഡുകളിലൊന്നും പെടാത്ത എക്സ്പെൻസിൽ ഇടാനുള്ള ഒരു ഹെഡാണല്ലോ. അതേപോലെ മിസ്ലേനിയസ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്ലേനിയസ് ഇൻകത്തിന്റെ ക്ലിയർ കട്ട് ഡെഫിനിഷൻ ഇല്ല. അത് ഓരോ സ്ഥാപനത്തിൽ എത്തുമ്പോൾ മിസ്ലേനിയസ് ഇൻകത്തിന്റെ കോമ്പണൻസ് മാറും. അപ്പൊ ആ കോമ്പണൻസ് എന്തായാലും ഇൻകം ആണോ, അത് എക്സംപ്റ്റഡ് ഇൻകം അല്ലെങ്കിൽ GSTയുടെ ഏരിയയിൽ വരും. സാറേ, നമ്മുടെ സമയം 9 മണി പറഞ്ഞത് 9:17 നമുക്ക് അതിന്റെ പേരായി എന്ന് എനിക്ക് തോന്നുന്നു. ആളുകൾ ലെഫ്റ്റ് ചെയ്ത് തുടങ്ങി. ഞാൻ അങ്ങനെ ഫോളോ ചെയ്തതാണ് സമയം. അവൻ ഈ ഡൗട്ടുകൾ എന്തായാലും അങ്ങനെ തീരും തോന്നില്ല. നമുക്ക് അരുൺ. അതെ ഷെയർ ചെയ്യാവോ? അല്ല, ഒന്നിടപെട്ടോട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. പറഞ്ഞോളൂ. എത്രത്തോളം ഇൻഫോർമേറ്റീവ് ആയിരുന്നു? തീർച്ചയായിട്ടും ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ഒരു അവസരം, ഡൗട്ടുകൾ ഇനി നമുക്ക് മറ്റൊരു അവസരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാലും നിങ്ങളുടെ ഒപ്പീനിയൻ, അഭിപ്രായങ്ങൾ പറയാം 1-2 പേർക്ക്. യെസ്, മെസ്സേജുകൾ വരുന്നുണ്ട് സാർ, ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാലിക്കറ്റ് സിറ്റി ബാങ്കിന്റെ MDയും നമ്മുടെ ടീം അഡ്മിൻ അംഗവുമായിട്ടുള്ള സാജിദ് സാർ നമുക്ക് ഈ ക്ലാസ് എടുത്ത മുഹമ്മദ് ഷഹീർ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നതായിരിക്കും. ഷഹീർ സാർ, വെൽ ഡൺ. ഇത് 2 മണിക്കൂർ കൊണ്ടോ 4 മണിക്കൂർ കൊണ്ടോ തീരുന്ന വിഷയമല്ല. പ്രത്യേകിച്ചും നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടറിൽ ഇതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കാൻ പോലും അത്രയുള്ള അറിവുകളില്ലാത്ത ആളുകളാണ് കൂടുതലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറേ സംഘങ്ങൾ GSTയിലേക്കൊക്കെ ഇപ്പം അത് നമുക്ക് ആപ്ലിക്കബിൾ ആണ് എന്ന് മനസ്സിലാക്കി അതിലേക്ക് കടന്നു വരുന്ന സമയം. ശരിക്കും നമുക്ക് ഈ ഒരു GSTയെ ബേസ് ചെയ്തിട്ട് ഒട്ടനവധി സംശയങ്ങൾ, ഈവൻ GST ഇംപ്ലിമെന്റ് ചെയ്ത മറ്റു ബാങ്കുകൾക്കടക്കം ഒട്ടനവധി സംശയങ്ങൾ ഇനിയും ബാക്കി നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ സംശയങ്ങളെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഓരോ കേസ് ബൈ കേസ് ആയിട്ട് എടുത്തുകൊണ്ട് സംശയങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ടീം അഡ്മിന്റെ ഭാഗത്ത് നിന്ന് ഈ സഹകരണ വീക്ഷണത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്താൻ സാധിക്കുമോ എന്ന് നമുക്ക് ആലോചിക്കാം.
ഷഹീദ് സാറിന് എനിക്ക് തിരുവനന്തപുരത്ത് നമ്മുടെ ഗ്രൂപ്പ് ഓഡിറ്റിങ്ങിന്റെ ട്രെയിനിങ്ങിന്റെ സമയത്ത് എനിക്ക് പരിചയമുണ്ട്. അന്നാണ് ഞാൻ ഷഹീദ് സാറിനെ പരിചയപ്പെടുന്നത്. ആ ക്ലാസ്സിൽ വെച്ച് തന്നെ ഷഹീദ് സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ അന്ന് തന്നെ ഞാൻ വണ്ടർ അടിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ എനിക്ക് സംശയം, ഇനിയിപ്പോ സഹകരണ വകുപ്പ് തന്നെയാണോ അതെയോ ഇനി GST ഡിപ്പാർട്ട്മെന്റിലാണോ നമ്മുടെ ഷഹീദ് സാർ വർക്ക് ചെയ്യുന്നത്. അത്രയും ഗഹനമായിട്ട് GST സംബന്ധിക്കുന്ന ഒരു ക്ലാസ്സാണ് സാർ നൽകിയത്. അപ്പോ ഈ സഹകരണ വകുപ്പിൽ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുണ്ട് എന്ന് പറയുന്നത് സഹകരണ വകുപ്പിന് മുഴുവൻ അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ്. അപ്പൊ എന്തായാലും ഷഹീദ് സാർ വളരെ വളരെ ഭംഗിയായിട്ട് ഈ ഒരു വിഷയത്തെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചു. ഈ സഹകരണ വീക്ഷണത്തിന്റെ പേരിൽ, പ്രത്യേകിച്ച് ടീം അഡ്മിന്റെ പേരിൽ സാറിന് എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നു. ഗ്രൂപ്പിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു നമ്പർ കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു.